ഷലോം. ഞാൻ റീന ഫ്രാൻസിസ്, ജെറുസലേമിൽ നിന്നും. ഷബാത്ത് ഷലോം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്നലെ കുറേ ലൈവ് വന്നിരുന്നു. കുറച്ചല്ല, 2 ലൈവ് 3 ലൈവ് കണ്ട് വന്നിരുന്നു. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വണ്ണം എനിക്ക് പോകേണ്ടി വന്നു ആ ലൈവിൽ നിന്നും. അതുകൊണ്ട് തന്നെ ഇന്ന് ആ ലൈവ് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ ഇന്നലെ കുറേ കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞൊരു വിഷയം, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ സ്വർഗത്തിൽ പോകാനുള്ളവരാണ് എന്നുള്ള ഒരു വിശ്വാസമാണ് പൊതുവെ ക്രിസ്ത്യാനിക്കുള്ളത്. കാരണം യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നേരെ അങ്ങ് സ്വർഗത്തിൽ പറന്നേക്കാം എന്നുള്ളൊരു ധാരണ ക്രിസ്ത്യാനിക്കുണ്ട്. ഈ ഇസ്ലാം മതം വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്, ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വർഗത്തെ പോകാൻ പറ്റും, സ്വർഗത്തിൽ 72 കൂറികളെടുത്ത് പോകാൻ പറ്റും, അവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം മതം എന്ത് വിശ്വസിക്കുന്നു അതിൻ്റെ നേരെ വേറൊരു പകർപ്പാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നൊരു വിഭാഗം. അവർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ സ്വർഗത്തിൽ പോകും, അവർ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് അങ്ങ് സ്വീകരിച്ചാൽ മാത്രം മതി, അവരങ്ങ് സ്വർഗത്തിൽ പോയിക്കൊള്ളും എന്നുള്ളൊരു ധാരണയാണ് ക്രിസ്ത്യാനിക്ക് പൊതുവേ ഉള്ളത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനി ചെയ്യുന്നൊരു പരിപാടി എന്ന് പറയുന്നത്, മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു വചനമുണ്ട്. നിങ്ങൾ ലോകം മുഴുവനും പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞൊരു വചനവും വെച്ചുകൊണ്ട് ലോകത്തിൽ ഇങ്ങനെ ഓടാടി നടന്നുകൊണ്ട് എല്ലാവരെയും ശിഷ്യരാക്കുവാൻ വേണ്ടി ഇങ്ങനെ പാടുപിടിക്കുക. ശിഷ്യരെല്ലാം അടിമകളാക്കാൻ പാടുപിടിക്കുകയാണ്. കാരണം സഭയിൽ കൊണ്ടുവന്നിരുത്തി അവരെ കൊണ്ടുവന്ന് അവരുടെ പണത്തിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സഭയിൽ ഒരു വിശ്വാസിയെ കൊണ്ടുവന്നാൽ ആ വിശ്വാസിയെ കൊണ്ട് പണിയെടുപ്പിക്കും. എന്നിട്ട് ആ വിശ്വാസി പണിയെടുക്കുന്ന പൈസയുടെ 10-1 ഓഹരിയായിട്ട് എന്ത് ചെയ്യും, ദശാംശമായിട്ട് ഉമാര് മേടിച്ചിരുന്നങ്ങ് തിന്നും. ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ വിശ്വാസികൾ വേണം. 10-1 ഓഹരി മേടിക്കണമെങ്കിൽ സഭയിൽ ആളെ കൂട്ടണം. ആളെ കൂട്ടണമെങ്കിൽ കഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം, ആളെ ഓടി നടന്ന് പിടിക്കണം. ഇത് തന്നെയാണ് ലക്ഷ്യം. ഇപ്പൊ 2 കാര്യം നടന്നു, ഒരു വെടിക്ക് 2 പക്ഷി. സുവിശേഷീകരണം നടത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവിശേഷീകരണം നടത്തിയെന്നുമായി. ഇരുന്ന് തിന്നാനുള്ള വകുപ്പ് ഒപ്പിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്ന് തിന്നാനുള്ള വകുപ്പ് ഒപ്പിച്ചും എന്നുള്ളതായി. അങ്ങനെ 2 കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ടാണ് ക്രിസ്ത്യാനികൾ പൊതുവെ എന്ത് ചെയ്യുന്നത്, സുവിശേഷീകരണം എന്ന് പറഞ്ഞൊരു മേഖലയിലേക്ക് ഇറങ്ങി നടക്കുന്നത്, പ്രത്യേകിച്ചും പെന്തക്കോസുകാരെന്ന് പറയുന്നവർ തന്നെ. അപ്പോൾ ഈ ലോകം മുഴുവനും സുവിശേഷീകരണം നടത്തുന്നു എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് ഇവർ ഈ ഇന്ത്യക്കകത്തും ഹിന്ദുക്കൾ താമസിക്കുന്ന ഏരിയകളെ മാത്രം കവർ ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ക്രിസ്ത്യാനി സുവിശേഷീകരണം, ഇത് അപകടം പിടിച്ചതൊന്നാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ഹിന്ദുക്കളെ മാത്രം രക്ഷപ്പെടുത്തി സ്വർഗത്തിൽ കൊണ്ടുപോകണം എന്നിവർ വാഞ്ചിയും ആഗ്രഹവും കാണിക്കുമ്പോൾ യാക്കോബറ്റുകാരൻ സ്വർഗത്തിൽ പോകുമോ? ഓർത്തഡോക്സുകാരൻ സ്വർഗത്തിൽ പോകുമോ? കത്തോലിക്കൻ സ്വർഗത്തിൽ പോകുമോ? ഇവനെല്ലാം ഈ പെന്തക്കോസുകാരൻ സ്വർഗത്തിൽ പോകുമോ? എടാ, ഈ പറയുന്നവന്മാർക്കൊന്നും തന്നെ ആരും സ്വർഗത്തിൽ പോകത്തില്ല. ഈ പറയുന്നവന്മാർക്കൊന്നും തന്നെ ഉറപ്പില്ല സ്വർഗത്തിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച്. കാരണം എല്ലാണും തമ്മിലടിയാ. ക്രിസ്ത്യാനി എന്ത് ചെയ്യണം, പോയി ആദ്യം രക്ഷപ്പെടുത്തണം. ക്രിസ്ത്യാനി ആദ്യം വചനം പറഞ്ഞു കൊടുക്കണം. അതാദ്യം ചെയ്യേണ്ടത്. അല്ലാതെ ക്രിസ്ത്യാനി ആദ്യം വചനം പറയാതെ തൻ്റെ വയറ്റുപിഴപ്പിന് വേണ്ടിയിട്ട് ഹിന്ദുക്കളുടെ ഇടയിൽ പോയി സുവിശേഷം എന്നുള്ള പേരിൽ എന്ത് ചെയ്യുകയാണ്, ഇവർ ആളെ പിടിക്കാൻ നടക്കുകയാണ്. ഹിന്ദുക്കൾ പഴയതുപോലെയൊന്നുമല്ല, ഇന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ചില എന്താ പറയുന്നത്, ആൾക്കാർക്കൊക്കെ ഭയങ്കര സങ്കടം. റീന ഹിന്ദുക്കളിലുള്ള കുറ്റവും കുറയൊന്നും പറയുന്നില്ല. ഞാൻ ഹിന്ദുക്കളുടെ കുറ്റവും പറയേണ്ട കാര്യമൊന്നുമില്ല. നീ ഹിന്ദു ആണെങ്കിൽ നീ ഹിന്ദുക്കളുടെ കുറ്റവും കുറയും പറ. മനസ്സിലാവുന്നുണ്ടോ? എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്ന ഹിന്ദുക്കളുടെ കുറ്റവും കുറയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ല എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്ന ദൈവവചനത്തെ വെച്ച് കാശാക്കുന്ന ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്നവന്മാരുടെ കുറ്റവും കുറയും പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഹിന്ദുക്കളുടെ കുറ്റവും കുറയും പറയാൻ വേണ്ടിയിട്ട് ഞാൻ വല്ലവരുടെയും കാര്യം തിരക്കേണ്ട കാര്യം വല്ലതുണ്ടോ? എനിക്ക് എൻ്റെ വീട്ടിൽ കാര്യം നോക്കിയാൽ പോരെ? അല്ല, നിനക്ക് അത്രയ്ക്കാണ്, ഈ പറയുന്നവർക്ക് അത്രയ്ക്കും വിഷമവും വേദനയാണെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി പോയിരുന്ന ഹിന്ദുക്കളെ കുറിച്ച് കുറ്റം പറയുകയോ ആരെക്കുറിച്ച് വേണമെങ്കിലും കുറ്റം പറയുകയോ അവരുടെ കയ്യിലിരിപ്പിനെ പറയുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ എൻ്റെ ദൗത്യം അതല്ല. എൻ്റെ ദൗത്യം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് പേര് പറഞ്ഞ് നടക്കുന്നവന്മാർ കാണിക്കുന്ന തെമ്മാടിത്തരവും ദൈവവചനത്തിന് പേരും പറഞ്ഞുകൊണ്ട് അവന്മാർ കാണിക്കുന്ന ചെറ്റത്തരത്തെയും കുറിച്ച് പറയുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. പിന്നെ എന്തിനാണ് ഇസ്ലാം മതത്തിനെ കുറിച്ച് പറയുന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ? ഇസ്ലാം മതത്തെക്കുറിച്ച് പറയാൻ കാരണമുണ്ട്. കാരണം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ദൈവവചനത്തിൻ്റെ ചില ഭാഗങ്ങളെ കോപ്പി അടിച്ചിട്ട് അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഞങ്ങളുടെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന തോറയിൽ എഴുതിയിരിക്കുന്ന അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോവിനെയും ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് അത് ഞങ്ങളുടെ ഞങ്ങളുടെ നബിമാര്
ഞങ്ങളുടെ നബിമാരെന്നും പറഞ്ഞ് പൊക്കിപ്പിടിച്ചോടി ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മതത്തിൽപ്പെട്ടവരാണ് സ്വർഗത്തിൽ പോകാനിരിക്കുന്നതും തോറ ശരിയല്ല ബൈബിൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനത്തെയും അപമാനിച്ചുകൊണ്ട് വരുന്നത് കൊണ്ടാണ് ഇസ്ലാം മതത്തിനിട്ട് ഞാൻ കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹിന്ദുക്കളാരും ദൈവവചനത്തെ പരിഹസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദൈവവചനം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടോ ഒരു ഹിന്ദുവിൻ്റെ എങ്ങത്ത് വരാറില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ചൊറിഞ്ഞ് ഹിന്ദുവിൻ്റെ കയ്യിൽ നിന്ന് അടി മേടിക്കാൻ വേണ്ടി തന്നെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുക. കാരണം ഹിന്ദുക്കൾ അപ്ഡേറ്റ് ആയെന്നേ. ഇവന്മാരുടെ കള്ളത്തരവും തട്ടിപ്പും വെട്ടിപ്പും എല്ലാം ക്രിസ്ത്യാനികളുടെ എല്ലാ ഉടായ്പകളും ഹിന്ദുക്കൾ മനസ്സിലാക്കി തുടങ്ങിയതുകൊണ്ട് അവർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഹിന്ദുക്കളോ ക്രിസ്ത്യാനികൾക്കേ അവരെ പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കത്തില്ല. ക്രിസ്ത്യാനി എന്ന് പറയുന്ന വിവാഹത്തിന് പിന്നെ എന്തുകൊണ്ട് കുറ്റങ്ങളാരും പറയാൻ പാടില്ല. ക്രിസ്ത്യാനി എപ്പോഴും സൂപ്പിട്ട് നല്ലവരെന്നങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കണം. ക്രിസ്ത്യാനി കാണിക്കുന്ന തെമ്മാടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് പിടിക്കത്തില്ല. അതാണ് ക്രിസ്ത്യാനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്ത്യാനിക്ക് പിടിച്ചില്ലെങ്കിൽ പിടിക്കണ്ട. നീയൊക്കെ അറിഞ്ഞും കണ്ടും കൊണ്ടും ഒക്കെ പഠിക്കുമ്പം തനിയെ അങ്ങ് പഠിച്ചോളും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ പിടിക്കാത്ത ക്രിസ്ത്യാനിയൊക്കെ തനിയെ അങ്ങ് പഠിച്ചോളും. ഒന്നില്ല നിന്റെ കൈ ജിഹാദികളുടെ നിന്റെ മുതുക് ജിഹാദികളുടെ കയ്യിലിരിക്കുമ്പോഴത്തേക്കും നീയൊക്കെ കണ്ടും പഠിച്ചോളും. മനസ്സിലായോ? ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, സുനീഷ് ജോസഫ്, വിരലുകളിൽ പഞ്ചവൈഡൂര്യം തിളക്കം വേണോ? ഈ വൈഡൂര്യമൊക്കെ വേണോ? അറിയാണ്ട് ഞാൻ ചോദിക്കുക. അടുത്തവൻ്റെ എന്തുവാ കയ്യിലെന്തിരിക്കുന്നു, അടുത്തവന് വീട്ടിലെന്തിരിക്കുന്നു എന്ന് പറഞ്ഞ് എത്തി നോക്കുന്ന ശീലം നമുക്ക് മാറിയിട്ടില്ലല്ലേ ഇപ്പോഴും? പഞ്ചവൈഡൂര്യമൊക്കെ വേണോ? വേണമെങ്കിൽ ചോദിച്ചാൽ മതി. എല്ലാം ഊരി ഞാൻ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. വന്ന് ആവശ്യമുള്ളവർ എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക. മനസ്സിലായോ? അപ്പോൾ ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന സമൂഹം ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന ചെറ്റത്തരം എന്നേ ഇതിന് പറയാൻ പറ്റത്തുള്ളൂ. ഇതിന് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇവർ സുവിശേഷം അങ്ങ് അറിയിക്കാൻ വേണ്ടി ഇവർ വെമ്പൽ കൊണ്ടിരിക്കുക. കാരണം കർത്താവിൻ്റെ വചനം അങ്ങ് എന്താ പറയുന്ന ഇവർക്കങ്ങ് തീരെഴുതി കൊടുത്തിരിക്കുക. കർത്താവിൻ്റെ വചനം അങ്ങ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ആ വചനത്തിലുള്ള ഈ ഒരു വാക്യം മാത്രമേ അറിയത്തുള്ളൂ. മത്തായി സുവിശേഷത്തിലെ 28-ാം അധ്യായത്തിലെ 19, 18, 19 വാക്യം മാത്രമേ അറിയത്തുള്ളൂ. ലോകം മുഴുവനും പോയി സകല ജാതികളും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ആ ഒരു കൽപ്പനയെ പ്രമാണിക്കാൻ വേണ്ടി എന്നാ കഷ്ടപ്പെടാന്നറിയാമോ? സുഡാന് വേണ്ട, സിറിയ വേണ്ട, ലബനോൺ വേണ്ട, ജോർദാൻ വേണ്ട, പിന്നെ എന്തു പറയുന്ന അസർബൈജാൻ വേണ്ട, പിന്നെ സൗദി വേണ്ട, ഖത്തർ വേണ്ട, ഒമാന് വേണ്ട, ബഹ്റിൻ വേണ്ട, കുവൈറ്റ് വേണ്ട. ഇതൊന്നും ലോകത്തിൽപ്പെട്ടതേ അല്ല. ഇത് അന്യഗ്രഹ ജീവികൾ പാർക്കുന്ന വേറൊരു ഗ്രഹത്തിലുള്ളതാണ് ഇതൊക്കെ. സകല ജാതികളും സുവിശേഷിക്കുന്ന കൂട്ടത്തിൽ പെട്ടതല്ല. മലബാറിൽ പോയി ഇന്നലെ എടുത്തിരുന്ന ഡയലോഗ് ഇട്ടതാ. മലബാറിൽ ഞങ്ങൾ പറയാറുണ്ട് സഹോദരി എന്ന് പറഞ്ഞിട്ട്. മലബാറിൽ നമ്മൾ പറയാറുണ്ട്. എവിടെയെന്നറിയുമോ? ഹിന്ദുക്കളുടെ വീടുകൾ തെരഞ്ഞു പിടിച്ച് പറയും. മനസ്സിലായോ? അവിടെ മലബാറിൽ പോയി ഹിന്ദുക്കളുടെ വീട് എവിടെയുണ്ടോ അവിടെ തെരഞ്ഞു പിടിച്ച് പോയി വീട്ടുകൾ എന്ത് ചെയ്യും? പോയി നടന്ന് പറയും സുവിശേഷം എന്ന പേരും പറഞ്ഞുകൊണ്ട് വീട്ടാന്തോറും കയറി ഇറങ്ങി നടന്ന്. അല്ലാതെ ഏതെങ്കിലും മേത്തനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവന് സ്നാനം മുക്കി അവനെ 10 പേരെ ഒരുമിച്ച് കൊണ്ടുവന്ന് സഭയ്ക്കൊക്കെ തിരുത്തന്മാരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? കഴിയത്തില്ല. കാരണം ഇവള് ബൈബിൾ എടുത്തുകൊണ്ട് ഇവന്മാർ ബൈബിൾ എടുത്തുകൊണ്ട് അവൻ്റെയൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവൻ തൂറാൻ എടുത്ത് വെച്ചുകൊണ്ട് പറയും, തള്ളാകൂ, നിങ്ങൾ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ആരല്ല, ദൈവമല്ല, വെറും ഒരു കേവലം. അവൻ്റെ മുമ്പിൽ നീ നാണം കെട്ട് നിൽക്കേണ്ട ഗതികേട് അവൻ ഉണ്ടാക്കി വെക്കും. പച്ചയ്ക്ക് അവൻ അപമാനിക്കും നിന്റെ ബൈബിളിനെ എടുത്ത് വെച്ചിട്ട്. അതാണ് തൂറാൻ കയ്യിൽ വെച്ചിരിക്കുന്നവന്മാരുടെ വീടുകളിൽ കയറിയാലുള്ള പ്രശ്നം. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്നവന്മാർ ആളും തരവും കണ്ടിട്ട് താഴ്ന്നിടത്തെ നീരോടൂ എന്ന് പറഞ്ഞതുപോലെ താഴ്ന്നിടത്ത് തിരിച്ചു പ്രതികരിക്കാൻ കെൽപ്പില്ലാത്തവരുടെ വീടുകളിൽ കയറി ഇറങ്ങി അവരോട് സുവിശേഷം പറയുന്നു എന്നുള്ള പേരിൽ 1 ദിവസം കയറി ഇറങ്ങും, 2 ദിവസം കയറി ഇറങ്ങും, 3 ദിവസം കയറി ഇറങ്ങും. അങ്ങനെ സുവിശേഷീകരണമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നങ്ങ് ഇരുത്തും. പിന്നെ സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് ഇരുത്തി കഴിയുമ്പോഴാണ്
പിന്നെ സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് ഇരുത്തി കഴിയുമ്പോഴാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, അവന്മാർക്ക് എന്തു പറയുന്ന പിന്നത്തെ പഠിപ്പിക്കൽ വരുന്നത്. അതുവരയ്ക്കും പഠിപ്പിക്കുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ വിടുവിക്കും, ദൈവം നിങ്ങളെ രക്ഷിക്കും, ദൈവം നിങ്ങളുടെ കടഭാരം മാറ്റും എന്നൊക്കെ പറഞ്ഞായിരിക്കും ഇവർ വിളിച്ചുകൊണ്ട് വരുന്നത്. വിളിച്ചുകൊണ്ട് വന്ന് സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ മൊത്തത്തിൽ എന്താകും, ഈ പഠിപ്പിക്കലുകളെല്ലാം മാറിയിട്ട് ദൈവത്തിന് കൊടുത്താൽ ദൈവം നിന്നെ വിടുവിക്കും എന്നുള്ളത് ഈ ഓഫർ നേരത്തെ പറയത്തില്ല. വീട്ടാന്തോറും കയറി നടന്ന് സുവിശേഷം പറയുന്ന സമയത്തൊന്നും ഈ ഓഫർ പറയില്ല, നീ ദൈവത്തിന് കൊടുക്ക്, ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്നൊന്നും പറയില്ല. അപ്പം ഈ വ്യാജന്മാരെ സൂക്ഷിക്കണ്ടേ പ്രിയ സഹോദരങ്ങളെ? ഈ വ്യാജന്മാരെ അടിച്ചു പുറത്താക്കണ്ടേ? അപ്പം ഇതല്ലേ ഇന്ന് ഹിന്ദുക്കൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യമായിപ്പോയി. അവർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ വ്യാജം പരത്തുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പരത്തുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾക്ക് സുവിശേഷം പറയാൻ അവസരം കിട്ടുന്നത്. എന്നെ ഒന്നും കേറ്റരുതെന്നാണ് ഞാൻ പറയുന്നത്. നിന്നെ ഒന്നും അടുപ്പിക്കരുത് വീടുകളുടെ പരിസരത്ത് പോലും. മനസ്സിലായോ? നിന്നെപ്പോലുള്ള വിഷജന്തുക്കളെ വീടുകളുടെ അടുത്ത് പോലും പരിസരത്ത് പോലും അടുപ്പിക്കരുത്. നീ നേരത്തെ കൂട്ടി അല്ലെങ്കിൽ അവരോട് സുവിശേഷം പറയുമ്പോൾ പറയണം, കർത്താവിന് കൊടുത്താൽ കർത്താവ് അനുഗ്രഹം കേട്ടോ. നിന്റെ കഷ്ടപ്പാട് മാറണോ, നിന്റെ രോഗം മാറണോ, നിന്റെ കടം മാറണോ, എന്നാൽ വീട്ടിലെല്ലാവരും കയറി ഇറങ്ങിക്കൊണ്ട് നീ പറയണം, നീ കർത്താവിന് കൊടുക്കുക കേട്ടോ, അപ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു മുന്നേ കൂട്ടി പറയണം. അല്ലാതെ ദൈവം നിന്നെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓഫർ ഇട്ട് കൊടുത്തിട്ട് നിന്റെ സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് ഇരുത്തിയതിനു ശേഷം പിന്നീട് നീ കർത്താവിന് കൊടുത്താൽ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് പിഴിയാൻ നിൽക്കരുത്. മനസ്സിലായോ? അപ്പം ഇങ്ങനെയുള്ള വർഗ്ഗങ്ങളെ അടിച്ചു പുറത്താക്കണം. കേറ്റരുത് വീടുകളുടെ പരിസരങ്ങളിൽ ഇവറ്റുങ്ങളുണ്ടെങ്കിൽ. കേറ്റാൻ പാടില്ല. പിന്നെ മുക്കിലും മൂലയിലും ഒക്കെ സഭകളുണ്ടാക്കിയിട്ടിരിക്കുക. ഇവന്മാർക്ക് എത്ര സഭ വേണം? നീയൊക്കെ വിശ്വാസികൾ ബൈബിളും വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗത്തിൽ പോകാനുള്ളവനാണെങ്കിൽ ക്രിസ്ത്യാനിയെല്ലാം ഒരുമിച്ച് ഒറ്റക്കൊട്ടായിട്ട് നിന്ന് സ്വർഗത്തിൽ പോയിക്കൂടെ നിങ്ങൾക്ക്? അല്ല, അറിയാണ്ട് ചോദിക്കുക. ഇപ്പം ഇവിടെ ഒരു പാസ്റ്റർ സഭ നടത്തിക്കൊണ്ടിരിക്കും. ആ പാസ്റ്ററിന്റെ സഭയിൽ നടക്കുമ്പോഴത്തേക്കും വരുന്നവൻ 12 കിലോമീറ്റർ ദൂരത്തിലായിരിക്കും വരുന്നത്, ചിലപ്പോൾ 5 കിലോമീറ്റർ ദൂരത്തിൽ നിന്നായിരിക്കും വരുന്നത്. ആ വരുന്നവൻ പറയും, പാസ്റ്ററെ ഞാൻ ഇത്രയും ദൂരത്തിൽ നിന്നാണ് വരുന്നത്, അപ്പം ഞാൻ എൻ്റെ വീടിനടുത്തൊരു സഭയുണ്ട്, ചർച്ചുണ്ട്, ഞാൻ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോകട്ടെ, ഇത്രയും ദൂരം പോയി വരുന്ന ബുദ്ധിമുട്ട്. അയ്യോ വേണ്ട പ്രിയ സഹോദരൻ, അവിടെ ഒന്നും പോകണ്ട, നിങ്ങളുടെ ആടുകൾ ചിതറിപ്പോകും, നിങ്ങളുടെ വിശ്വാസം തണുത്തു പോകും, നിങ്ങൾക്ക് ആത്മീയത്തിൽ വളരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കളയും. അല്ലെങ്കിൽ നല്ലവനാണെങ്കിൽ എന്ത് ചെയ്യണം? എന്നാ അടുത്തല്ലേ സഭയിലല്ലേ, എന്നാ അവിടെ പോയിക്കോ എന്ന് പറഞ്ഞു വിടുവോ? പറഞ്ഞു വിടത്തില്ല. ഇവൻ ആട് കുറയും. ഇവൻ ആടെ കുറയ്ക്കാതിരിക്കാൻ വേണ്ടി അവൻ എത്ര ലോങ്ങിലാണെങ്കിലും അവൻ നടന്നു വരണം. അപ്പം എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? എന്താണ് ഇവരുടെയൊക്കെ സുവിശേഷീകരണം എന്നുള്ള പേരിൽ മുക്കിലും മൂലകളിലും അവിടെയും ഇവിടെയും തോട്ടെടുത്തും പിടിച്ചെടുത്തുമൊക്കെ ജോലിക്കും കൂലിക്കും പോകാൻ കഴിവില്ലാത്തവന്മാരെല്ലാം ബൈബിൾ കോളേജിൽ പോയി പാച്ചർ പിടിക്കാൻ പോയിരിക്കുക. അതിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞു കുറെ കൂടി തരികിടയും തിരിമടിയും കാണിക്കാൻ കഴിവുള്ളവൻ എന്ത് ചെയ്യും? ഒന്നിൽ നല്ല പാച്ചറാകും, സെൻട്രൽ പാസ്റ്ററാകും, പിന്നെ പ്രിസ്പിറ്ററാകും, പിന്നെ വാചാലത ഉള്ളവനാകും. മനസ്സിലാവുന്നുണ്ടോ? ഇവന്മാർ ചെയ്യുന്ന പരിപാടിയാണ്. അതായത് ജോലിക്കും കൂലിക്കും പോകാൻ നിർവാഹമില്ലാതെ അവൻ്റെയൊക്കെ പാച്ചർമാരുടെ മക്കളെയൊക്കെ അവന്മാർ അമേരിക്കയിൽ വിട്ട് പഠിപ്പിക്കും. പാച്ചർമാരുടെ മക്കളെയെല്ലാം ഇവന്മാർ വിദേശ രാജ്യങ്ങളിലും ലണ്ടനിലും അവിടെയും ഇവിടെയൊക്കെ വിട്ട് പഠിപ്പിക്കും. എന്നിട്ട് സഭയിലുള്ള സാധാരണക്കിടയിൽ ഏറ്റവും ഇല്ലായ്മപ്പെട്ട് കിടക്കുന്നവരോടെല്ലാം പറയും, നിങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രിയ സഹോദര എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം എൻകറേജ് ചെയ്ത് ബൈബിൾ കോളേജുകളിൽ പാസ്റ്റർമാർക്ക് പഠിക്കാൻ വിടും. ഈ പാസ്റ്റർമാർക്ക് പഠിക്കാൻ വിട്ടിട്ട് കുട്ടിപ്പാസ്റ്റിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇവന്മാർ. ഈ കുട്ടിപ്പാസ്റ്റിനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനകത്ത് വിരുദ്ധന്മാരായിട്ടുള്ള കുറേ എണ്ണങ്ങൾ കാണും. അവന്മാർ മറ്റുള്ളവനെ കാലുവാരിയാണെങ്കിലും കയറി ചെല്ലാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ വാചാലതയൊക്കെ അവന് കാണും. ഈ വാചാലതയും കാലുവാരാനുള്ള കഴിവും പ്രാപ്തിയും ഉള്ളവനൊക്കെ എന്ത് ചെയ്യും? പാസ്റ്റർമാരുടെ കൂട്ടത്തിൽ തന്നെ അങ്ങ് നേതാവായി കളയും. ഇതാണ് മനസ്സിലായോ? ഇതാണ് ഇവന്മാരുടെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത്. ഇവന്മാർ വീട്ടാന്തോറും കയറി ഇറങ്ങി സുവിശേഷീകരണം എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് ആളെ മുഴുവനും പിടിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഇനി ആളെ പിടിക്കാനായിട്ട് ഇന്ത്യ എന്ന മഹാരാജ്യം ഇവന്മാർക്ക് അനുവാദം കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതാൻ വേണ്ടി ഇരിക്കുവാൻ ഞാൻ ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട്. മനസ്സിലായോ? പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും ഒക്കെ ഒരു കത്തെഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുക. ഒരു കത്തെന്നല്ല, ഒരുപാട് കത്തെഴുതണമെന്ന് എനിക്കുണ്ട് ഇതിൻ്റെ പേരിൽ. ഇതിനു വേണ്ടി നീക്കപ്പോക്ക് വരുത്താൻ പറ്റുമെന്ന് നോക്കണം. ഇന്ത്യക്കകത്ത് മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട സമ്പ്രദായം എടുത്തങ്ങ് കളയാൻ പറയണം.
മനസ്സിലായോ? ഉള്ള ക്രിസ്ത്യാനി അവനവൻ വചനം വായിച്ചുകൊണ്ട് അവനവൻ സ്വർഗത്തിൽ പോകാനുള്ള വഴി ആദ്യം കണ്ടെത്ത്. എന്നിട്ട് മതി നമുക്ക് കറങ്ങി നടന്ന് ആടെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ആടുകളെ ഇരുത്തി വെച്ചിട്ട് പാല് പിഴിഞ്ഞ് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വഴി കണ്ടെത്താനായിട്ട്. മനസ്സിലായോ? ആദ്യം ആടുകളെ പിടിച്ചുകൊണ്ട് വന്ന് പാല് പിഴിയുന്ന വഴി പിന്നെ നമുക്ക് കണ്ടെത്താം. ആദ്യം നിന്റെയൊക്കെ കയ്യിലിരിക്കുന്ന ബൈബിൾ വെച്ചുകൊണ്ട് ക്രിസ്ത്യാനിയെ തന്നെ ആദ്യം സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള വഴി നോക്ക്. ക്രിസ്ത്യാനി കുറേ ഉണ്ടല്ലോ. കത്തോലിക്കയിൽ കിടപ്പുണ്ട്, ഓർത്തഡോക്സിൽ കിടപ്പുണ്ട്, യാക്കോബറ്റിൽ കിടപ്പുണ്ട്, മാർത്തോമയിൽ കിടപ്പുണ്ട്, പിന്നെ കനായ കിടപ്പുണ്ട്, പിന്നെ ഇപ്പം പള്ളിയിലടിയാ. പള്ളിയിലെ വിശ്വാസികൾ തമ്മിലടിയാ. അച്ഛന്മാരും വിശ്വാസികളും തമ്മിലടിയാ. തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കണോ, നേരെ നിന്ന് പ്രാർത്ഥിക്കണോ? തിരിഞ്ഞു നിന്ന് കുർബാന ചൊല്ലണോ, നേരെ നിന്ന് കുർബാന ചൊല്ലണോ എന്ന് പറഞ്ഞപ്പോൾ തമ്മിലടി നടന്നുകൊണ്ടിരിക്കുക. സുവിശേഷി പാസ്റ്ററും കുടുംബവും കാനഡയിൽ സെറ്റിൽഡ് ആയിപ്പോൾ ഒരുപാട് പേര് ഇപ്പൊ കാനഡയിൽ മക്കളും കുട്ടികളെ എല്ലാം വിട്ട് അമേരിക്കയും കാനഡയിലൊക്കെ പോയി അങ്ങ് സെറ്റിൽഡായി കിടക്കുക. ഇവ പള്ളിക്കകത്തും അച്ഛന്മാരും തമ്മിലടിയാ. അവരങ്ങോട്ട് തിരിഞ്ഞിന്ന് കുർബാന ചൊല്ലണോ, ഇങ്ങോട്ട് തിരിഞ്ഞിന്ന് കുർബാന ചൊല്ലണോ എന്ന് പറഞ്ഞിട്ട്. ഈ ഹിന്ദുക്കളുടെ വീട്ടിൽ പോകുമ്പോൾ അവരടിക്കുന്നു, നമ്മളെ സുവിശേഷം പറയാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിനക്കൊന്നും പറയാൻ അറിയത്തില്ല. ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോകുമ്പോൾ ക്രിസ്ത്യാനി എന്തുവാ, നിന്നെ താലത്തിലിരുത്തി വെക്കുവോ? എടാ പെന്തക്കോസുകാരൻ, നീ ഒന്ന് കത്തോലിക്കൻ്റെ വീട്ടിൽ പോയി നോക്ക്, ഇല്ലെങ്കിൽ ഒരു യാക്കോബറ്റിൻ്റെ വീട്ടിൽ പോയി നോക്കുന്നു, ഒരു ഓർത്തഡോക്സിൻ്റെ വീട്ടിൽ പോയി നോക്ക്. അവൻ നിന്നെ താലത്തിൽ പിടിച്ച് വെച്ച് ഇരുത്തുവോ? അതിന് തൊട്ട് നീ പറയുന്ന സുവിശേഷം കേട്ട് ഞാൻ നിന്റെ കൂടെ അങ്ങ് വന്നേക്കാമെന്ന് പറഞ്ഞ് നിന്റെ കൂടെ അങ്ങ് പുറകെ വരുവോ? അവൻ നിന്നോട് നിന്റെ വചനം വെച്ച് തന്നെ തർക്കിക്കും, നിന്നെ ചിലപ്പോൾ അടിച്ച് പുറത്താക്കും. അപ്പൊ ക്രിസ്ത്യാനി പോലും ഈ പ്രതികാരവും നിന്നോട് ചെയ്യുന്നു. വചനം എടുത്തുകൊണ്ട് പോകുന്ന നിന്നെപ്പോലും ക്രിസ്ത്യാനി അംഗീകരിക്കുന്നില്ലെന്ന് പറയുമ്പം ഹിന്ദു മാത്രം നിന്നെ പിടിച്ച് തലയിൽ വെക്കണം. ഹിന്ദുക്കൾക്ക് പ്രതികരിക്കാനുള്ള ഇതില്ലേ, കഴിവില്ലേ? ഈ മതപരിവർത്തനം എന്ന വൃത്തികെട്ട സമ്പ്രദായം ജനാധിപത്യത്തിന്റെ പേരിലല്ലേ കിടന്ന് കാണിക്കുന്ന മുഴുവൻ തെമ്മാടിത്തരം. ജനാധിപത്യ രാജ്യത്തിൽ എല്ലാ മതത്തിർക്കും അവരുടേതായ മതത്തിന്റെ വിശ്വാസം പറയുവാനും അത് പങ്കിടുവാനും എല്ലാം സ്വാതന്ത്ര്യമുണ്ട്. പറച്ചില്ല. നീ നിന്റെ വിശ്വാസം നീയാ കാത്തു സൂക്ഷിക്കേണ്ടത്. മദ്രസ പൊട്ടന്മാർ അവന്റെ വിശ്വാസം നാട്ടിൽ അടിച്ചേൽപ്പിക്കുന്നത് പോലെ നീ നിന്റെ വിശ്വാസത്തെ കൊണ്ടുപോയി കണ്ടവന്റെ മേലെ അടിച്ചേൽപ്പിച്ചിട്ട് നിനക്ക് പിഴിയാനുള്ള കാശ് പിഴിയാനുള്ള യന്ത്രമാക്കി മാറ്റരുത്. നീ വിശ്വാസം പഠിപ്പിക്കാൻ പോയിരുന്നെങ്കിൽ ഇത് പ്രശ്നമില്ലായിരുന്നു. എടാ, നീയൊക്കെ വിശ്വാസം പഠിപ്പിക്കുന്നുള്ള പേരിൽ നീ കാശ് പിരിയാണ് ആളെ പിടിച്ചോണ്ട് വരികയല്ലേ ചെയ്യുന്നേ? അവരെ സമാധാനത്തോടുകൂടി ജീവിക്കാനാണോ വിടുന്നത്? നീ ആളെ പിടിച്ചോണ്ട് നിന്റെ സഭയിൽ ഇരുത്തിയിട്ട് നിനക്ക് ജോലിക്കും കൂലിക്കും പോകാതിരുന്ന് തിന്നാൻ വേണ്ടിയിട്ട് ആ പാവപ്പെട്ടവൻ പറമ്പിൽ പോയി പണിയെടുത്ത് നിനക്കൂട്ട് തരാൻ വേണ്ടിയിട്ടല്ലേ നീ വിളിച്ചോണ്ട് വരുന്നത്? ഇല്ലെങ്കിൽ ആ പാവപ്പെട്ടവരെ മുഴുവനും എന്ത് ചെയ്യും? ഫോട്ടോ എടുത്ത് വിദേശ രാജ്യങ്ങളിൽ അയച്ചുകൊണ്ട് അവർക്ക് നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നു എന്നുള്ള പേരും കൊണ്ട് അവരുടെ പൈസ അടിച്ചു മാറ്റും. ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർക്ക് വരുന്ന പണം മുഴുവനും നിന്റെ അക്കൗണ്ടിലേക്കും നിന്റെ ട്രസ്റ്റിലേക്കും പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നീ കോടീശ്വരനായിക്കൊണ്ടിരിക്കും. പിന്നെ വേറൊരു കൂട്ടം നടക്കുന്നുണ്ട്, കർത്താവിന് കൊടുപ്പീൻ, ദൈവം നിന്നെ അനുഗ്രഹിക്കും, സഹോദരാ ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വലിയ വലിയ ഹാളുകളും തിയേറ്ററുകളും എല്ലാം വാടകയ്ക്കെടുത്ത് കൺവെൻഷൻ പോലും നടത്തിക്കൊണ്ടിരിക്കുക ഓരോരുത്തന്മാരും. ഈ പൊട്ടന്മാർ മുഴുവനും അവിടെ പോയി കമിഴ്ന്ന് കിടക്കുകയാണ്. ഇവൻ എന്തോ വലിയ രോഗസൗഖ്യം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണെങ്കിൽ പിന്നെ RCCയിലെ ഡോക്ടർമാരുടെ ആവശ്യമില്ലല്ലോ, ഇവനങ്ങ് പോയിരുന്നാ പോരെ? അല്ല, അറിയാണ്ട് ഞാൻ ചോദിക്കും, എന്താണ് ഇവിടെ നടക്കുന്നത് ഇന്ത്യക്കകത്ത്? ഇന്ത്യ ഒരു അഴിച്ചുപണി ആവശ്യമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു നെഹ്റു കുടുംബത്തിന്റെ പാർട്ടി കടന്ന് ഈ ഇന്ത്യയെ ഇത്രമാത്രം തെമ്മാടികൾക്കും ഇത്രമാത്രം എന്താ പറഞ്ഞ മതഭ്രാന്തന്മാർക്കും എല്ലാം തീരെഴുതി കൊടുത്തു. മനുഷ്യനായിട്ട് ജീവിക്കാൻ അനുവദിക്കാതെ. അതുകൊണ്ട് സംഭവിച്ച ദൂഷ്യഫലമായത്. ഇതിനൊരു അഴിച്ചുപണി ആവശ്യമാണ് ഇന്ത്യക്കകത്ത്. അല്ലാതെ ചുമ്മാ കണ്ടവൻ്റെയൊക്കെ വീട്ടിൽ മുക്കിലും മൂലയിലും സഭകൾ തുടങ്ങി കിടന്ന് ഒട്ടടിയും ബഹളവും നടത്തുന്നതൊക്കെ നിർത്തലാക്കണം. അവനവൻ്റെ വീട്ടിലിരുന്ന് ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കുവാനും വിശ്വാസം പങ്കിടുവാനുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകട്ടെ. അത് മതി. മുളച്ച് വരുന്നവനെയൊക്കെ പാസ്റ്ററാക്കി വിടുന്ന രീതിയിൽ ഈ രജിസ്ട്രേഷൻ കൊടുത്ത് സഭയാക്കി വെക്കുന്നില്ലേ? ഇതിനെല്ലാം ഒരു അറുതി വരുത്തണം ഇന്ത്യക്കകത്ത്. മുക്കിലും മൂലയിലും ഓരോരുത്തരും എഴുന്നേക്കും. അവൻ നോക്കുമ്പോൾ നല്ല കച്ചവടമാണ്, അവൻ നല്ല കച്ചവടം നടത്തുന്നു. അപ്പോൾ ഇത് എനിക്കും പറ്റിയൊരു കച്ചവടമാണ്. എഴുന്നേക്കുന്നവനെല്ലാം പാസ്റ്റർ. പിന്നെ അവൻ്റെ ഉടായ്പും തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് ജനങ്ങൾ പൊറുതി മുട്ടി ജീവിക്കണം. ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതൊന്നും ഒരുത്തിനും ചോദിക്കത്തില്ല. എടാ, ക്രിസ്ത്യാനി എന്ന് പറയുന്ന വിവരം കെട്ടവന്മാരെ, നീ ഒരു 10 പേര് സംഘടിക്കുക, എന്നിട്ട് ഇങ്ങനെയുള്ളവന്മാരോട് നീയൊക്കെ പോയി ചോദിക്കേ.
അവന്മാർ കാണിക്കുന്ന ചെറ്റത്തരവും ഈ പാവത്തുങ്ങളെ പിഴിഞ്ഞ് കാശെടുക്കുന്നതൊക്കെ നിന്റെ ഒന്നും കണ്ണി കാണുന്നില്ലേ? ഏതവൻ കൺവെൻഷൻ നടത്തിയാലും ബക്കറ്റ് രൂപ വെച്ച് ഇവന്മാർ പണം പിരിക്കുന്നൊന്നും നിന്റെ കണ്ണി കാണില്ല? ഇതൊന്നും ചോദിക്കാൻ അറിയില്ല? ഇതിനെക്കുറിച്ചൊന്നും നീ ഒന്നും ചോദിക്കുകയോ എടുക്കുകയോ ചെയ്യത്തില്ല. അവിടെ സംഘപരിവാർ നോണ്ടുന്നതും സംഘപരിവാർ അടിക്കുന്നു, സംഘപരിവാർ സുവിശേഷം പറയാൻ വിടുന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ കഥ. ഈ ഹിന്ദുക്കളെ മുഴുവനെയും വഞ്ചിച്ച് വിളിച്ചുകൊണ്ട് വന്നിട്ട് ദൈവം അത്ഭുതം തരും, സൗഖ്യം തരും, രോഗശാന്തി വിടുതൽ തരും എന്നൊക്കെ പറഞ്ഞ് നീയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഹിന്ദുക്കളെ മുഴുവനെയും വെച്ച് കാശാക്കുകയും അവർക്ക് ബക്കറ്റ് പിരിവുകളും നടത്തിയിട്ട് നിന്റെ സാമ്രാജ്യം പണിയും ചെയ്യുന്നതൊന്നും നീ ഒന്നും ചോദിക്കത്തില്ല. അപ്പൊ ക്രിസ്ത്യാനികൾക്ക് വെള്ള പൂശി കൊടുക്കണമല്ലോ എല്ലാവരും, എന്നാൽ മാത്രമേ ക്രിസ്ത്യാനിക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. അല്ലെങ്കിൽ ക്രിസ്ത്യാനി അങ്ങ് ദേഷ്യപ്പെട്ട് കളയും. ക്രിസ്ത്യാനിക്ക് പിന്നെ അങ്ങ് ഭയങ്കര ദേഷ്യവും വൈരാഗ്യവും തെറിവിളിയൊക്കെ ആയിരിക്കും. അത് ക്രിസ്ത്യാനിയുടെ കയ്യിലങ്ങ് വെച്ചേച്ചാൽ മതി. കത്തോലിക്ക സഭക്കാരുടെ വിഗ്രഹങ്ങളെല്ലാം ആദ്യം അടിച്ചു പൊട്ടിക്കാൻ വേണ്ടിയിട്ടും കത്തോലിക്ക സഭയുടെ വീട്ടിലൊക്കെ കയറി ഇറങ്ങി നടന്ന് ആദ്യം അവരെയൊക്കെ ഒന്ന് നന്നാക്കുക. അവരുടെയൊക്കെ വിഗ്രഹാരാധനയിൽ നിന്നൊക്കെ എടുത്ത് അവരെ പുറത്തു പോവാ. കത്തോലിക്ക സഭ മാത്രമല്ല, ഓർത്തഡോക്സിൽ, യാക്കോബറ്റിൽ, ഇവിടെ എല്ലാം ഉള്ള വിഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ആദ്യം അടിച്ചു പൊട്ടിക്കുക. ആദ്യം അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അവിടെയെല്ലാം ഒരു ശുദ്ധീകരണം വരുത്തിയതിന് ശേഷം മതി കണ്ടവൻ്റെ വീട്ടിൽ പോയി എന്ത് ചെയ്യാനായിട്ട് ശുദ്ധീകരണം വരുത്താനായിട്ട്. ആദ്യം സ്വന്തം വീട് നന്നാക്ക്, എന്നിട്ട് മതി കണ്ടവൻ്റെ വീട്ടിൽ പോയി ശുദ്ധീകരണം വരുത്താനായിട്ട്. അല്ലാതെ നീയൊന്നും സ്വന്തം സഭയ്ക്കകത്ത് സ്വന്തം വിശ്വാസികൾക്കുമൊന്നും ഇത് പറഞ്ഞു കൊടുക്കത്തില്ല. പിന്നെ നാട്ടിൽ കിടക്കുന്ന ഹിന്ദുക്കളെ മുഴുവനും വിളിച്ചുകൊണ്ട് വരണം. എന്തിനാ ഇരട്ടി നരകത്തിൽ കൊണ്ടുപോകാനോ? ഈ കാടും മേടും കടന്ന് അനേകരെ ഈ മാർഗത്തിൽ കൊണ്ടുവന്നിട്ട് അവർ ഇരട്ടിച്ച് നരകയോഗ്യരാക്കുന്നു. കർത്താവ് പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാ. എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് തന്നെയാണ്. നിനക്ക് തിരുത്താൻ പറ്റുമോ? അതിനെ പോയി എൻ്റെ കർത്താവ് പറഞ്ഞ വചനത്തെ തിരുത്താൻ പറ്റുമോ? നീ കാടും മേടും കടന്ന് അനേകരെ ഈ മാർഗത്തിൽ കൊണ്ടുവന്നിട്ട് അവർ ഇരട്ടിച്ച് നരകയോഗ്യരാക്കി തീർക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റാ. അതിന് നിനക്ക് തിരുത്താൻ പറ്റുമോ? എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇരട്ടി നരകത്തിൽ വലിച്ചു ഇതിനകത്ത് കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് നീ കൊണ്ടുവരാതിരിക്കുന്നതല്ലേ നല്ലത്. അതല്ലേ ചെയ്യേണ്ടേ? അപ്പോൾ അത് പറഞ്ഞാൽ പിടിക്കത്തില്ല ക്രിസ്ത്യാനിക്ക്. ക്രിസ്ത്യാനി എന്ത് തെമ്മാടിത്തരവും എന്ത് ചെറ്റത്തരവും കാണിക്കും. മദ്രസയിലെ പൊട്ടന്മാര് അവന്മാര് ഈ മഹമ്മദ് എന്ന് പറയുന്ന കാമഭ്രാന്തൻ 72 ഊറിമാരെ സ്വർഗത്തിൽ കിട്ടുമെന്ന് പഠിപ്പിച്ചു. ഇവിടുന്ന് പൊട്ടിത്തെറിച്ച് ചത്തുപോകുന്നവനെല്ലാം. കത്തോലിക്ക സഭ ഇവിടെയുള്ള സകല സ്ത്രീകളെയും പിടിച്ചുകൊണ്ട് കന്യാസ്ത്രീ എന്നുള്ള വേഷവും കെട്ടിച്ചുകൊണ്ട് സ്വർഗത്തിൽ അങ്ങ് കർത്താവിന്റെ മണവാട്ടിയായി പോയിക്കൊള്ളാം, ഇവിടെ നിങ്ങൾ സുഖം അനുഭവിച്ചില്ലെങ്കിലും അവിടെ പോയി സുഖം അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞ് എത്ര പേരെ പിടിച്ച് കർത്താവിന് കെട്ടിച്ചു കൊടുക്കും നീയൊക്കെ? എടാ ചെറ്റകളെ, പഠിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടേടാ നിനക്കൊക്കെ. ഒരു പരിധി വേണ്ടേ? ഇത് ചോദിക്കാനും പറയാനും ഒരുത്തിനും ഇല്ലാത്ത അവസ്ഥയായി പോയല്ലോ. നീയൊക്കെ പിടി കർത്താവിന് എത്ര പെണ്ണുങ്ങളെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കും? എത്ര കന്യാസ്ത്രീമാരെ കൊണ്ടുപോയി കെട്ടിച്ചു കൊടുക്കും കർത്താവിന്? ഇവിടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കന്യാകത്വം സ്വീകരിച്ചുകൊണ്ട് കന്യകയായിട്ട് അങ്ങ് ജീവിക്കണം കന്യാസ്ത്രീകള്. കന്യകയായിട്ട് ജീവിച്ചിട്ട് എന്ത് ചെയ്യാനാട്ടാ? അല്ല, കന്യകയായിട്ട് ജീവിച്ചെന്ത് ചെയ്യും? സഹോദരിമാർക്ക് എന്തുവാ ലാഭം കന്യകയായിട്ട് ജീവിച്ചത് കൊണ്ട്? സ്വർഗത്തിൽ മണവാളനായ ക്രിസ്തു കന്യകാത്വം എടുത്ത് കളഞ്ഞു കൊടുക്കുവോ? ഞാൻ അറിയാണ്ട് ചോദിക്കുവാ. ഇവിടെ കന്യകയായിട്ട് നീയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെ മണവാളനായ ക്രിസ്തു എന്ത് ചെയ്യും? നിന്റെയൊക്കെ കന്യകാത്വം നശിപ്പിക്കുവോ? എന്താ ഈ മമ്മദ് കാമഭ്രാന്തനുമായിട്ട് ഉപമിക്കുവാണോ നിങ്ങള്? ഒരു മനുഷ്യപ്പറ്റി വേണ്ടി നീയൊക്കെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകൾക്ക്. ഇപ്പൊ കന്യാസ്ത്രീകൾക്ക് കന്യാത്വം ഉണ്ടോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാൻ നടക്കേണ്ടി വരും. കാരണം പ്രാങ്കോയെ പോലുള്ളവന്മാരും പുരോഹിതന്മാരും കയറി ഇറങ്ങുമല്ലേ മേടകളില്. പേരെന്തുവാ? കന്യാസ്ത്രീകള്. എല്ലാ കന്യാസ്ത്രീകളെയും മോശമൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ ഏകദേശപ്പെട്ടതും ഈ വർഗങ്ങളാ. ഇവളുമാരുടെ സ്ഥാപനങ്ങളിൽ പോകണം, സ്കൂളുകളിൽ പോകണം. കൈയില്ലാത്തവൻ കൈ പണിഞ്ഞ് അടിക്കും എന്ന് തോന്നും. ഇവളുമാരുടെ സ്കൂളുകളിൽ കയറി കഴിഞ്ഞാൽ സംസാരിക്കുന്ന എടി ഇതടി പടി പൊടി ഇടി വെക്കടി ഡി നീർക്കത്താടി എന്നൊക്കെയാ ചോദിക്കുന്നത്. ഇവളുമാരുടെ വായിൽ നിന്ന് ഒരു കനിവും കിട്ടത്തില്ല. പേര് കന്യാസ്ത്രീകള്, കർത്താവിൻ്റെ മണവാട്ടികള്. എന്നാ കയ്യിലിരിപ്പ് മുഴുവനുമോ തരികിടകള്. അപ്പോൾ അച്ഛന്മാര് കന്യകന്മാര്, ഇപ്പൊ കന്യകന്മാരല്ലേ ഈ അച്ഛന്മാരെന്ന് പറയുന്ന ഇവനെല്ലാം.
എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഉഡായിപ്പൊന്നും ഈ ലോകത്ത് തുറന്നു പറയാൻ ഒരുത്തിനും ഇല്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നു പറയുന്നവരെ മോശക്കാരിയായി മുദ്ര കുത്തുന്ന ലോകം. ഈ ഉഡായിപ്പുകളെല്ലാം കണ്ണടച്ച് എല്ലാവർക്കും അറിയാം ഇതൊക്കെ ഉഡായിപ്പുകളാണ്, ഇവന്മാർ കാണിക്കുന്ന തെമ്മാടിത്തരമാണെന്ന്. മേടയ്ക്കകത്ത് പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന് കുമ്പസാര കൂട്ടി വെച്ച് ഞങ്ങളൊക്കെ ആയിരുന്ന സഭകളിലൊക്കെ ഉള്ള അച്ഛന്മാരെന്നൊക്കെ പറയുന്നത് അയ്യേ വെറും തോന്നിവാസികൾ. ഒരു ലാസർ പട്ടക്കടവെന്ന് ഒരുത്തനുണ്ട് അച്ഛൻ. ആ ലാസർ പട്ടക്കടവെന്ന് പറയുന്നവൻ പോകാത്ത പെണ്ണുങ്ങളില്ല, മനസ്സിലായോ? ഇപ്പം കൊല്ലത്ത് തന്നെ രാജേഷ് മാർട്ടിൻ എന്ന് പറയുന്ന വേറൊരു ചെറ്റയുണ്ട്. അവനാണെങ്കിൽ എത്ര പെണ്ണുങ്ങളുടെ കൂടെ അവൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു എത്തും പിടിയുമില്ല. അവനൊക്കെ ഏതിൻ്റെയൊക്കെ ഡയറക്ടറായിട്ടൊക്കെ ഇരിക്കുന്നത്. അതുപോലെ പോൾ 8 വീട്ടില്, ആ പോൾ 8 വീട്ടിലെന്ന് പറയുന്നവൻ അത് വേറെ തരികിട. അത് ചത്തൊടുങ്ങിപ്പോയി. അതിന് എയ്ഡ്സ് രോഗമാണോ എന്ത് രോഗമാണോന്ന് അറിയത്തില്ല, അതൊക്കെ ചത്തൊടുങ്ങിപ്പോയി അത് വന്നിട്ട്, ഈ പോൾ 8 വീട്ടിൽ എന്ന് പറയുന്നത്. അങ്ങനെ ഇവന്മാരുടെ ചരിത്രം എടുക്കാൻ പോയ എല്ലാവരുടെയും പുറകിൽ ഒരു 116 പെണ്ണുങ്ങളുടെ പുറകെ പോകുന്ന കഥയാ ഇവന്മാർക്ക് മൊത്തവും. എന്നാ പിന്നെ നീയൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളുടെ പുറകെ അലയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അന്തസ്സായിട്ട് കല്യാണം കഴിച്ച് ജീവിച്ചാൽ പോരായിരുന്നോ? ഇങ്ങനെ അച്ഛന്മാരെന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളുടെ അതും കല്യാണം കഴിച്ച പെണ്ണുങ്ങളുടെ പുറകെയായി ഇവന്മാർക്ക് പോക്കും മുഴുവനും. അവളുമാരെ കണ്ടാലേ ഇവന്മാർക്ക് ഇത് കിട്ടത്തുള്ളൂ, സുഖം കിട്ടത്തുള്ളൂ. അല്ലാതെ ഇവന്മാർക്ക് കിട്ടത്തില്ല സുഖം. എത്ര പെണ്ണുങ്ങളുടെ കൂടെ സുഖിക്കാം എന്നുള്ള PhD എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പട്ടത്തിന് വേണ്ടി പോകുന്നത് ഇവന്മാർ. അല്ലാതെ മറ്റേതാകുമ്പോൾ അച്ഛൻ പട്ടനല്ലാതെ കല്യാണം കഴിച്ച് കൊച്ചിൻ്റെ അച്ഛനായി കഴിഞ്ഞാൽ ഒരു കൊച്ചിൻ്റെ അച്ഛനാകാനല്ലേ വിധിയുള്ളൂ, അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ ഭർത്താവായിരിക്കാനൊക്കെ അല്ലേ പറ്റത്തുള്ളൂ. ഇതാകുമ്പോൾ പള്ളിയിൽ അച്ഛനായിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 16 പെണ്ണുങ്ങളുടെ കൂടെ പുറകെ അങ്ങ് പോവുകയും ചെയ്യാം, സുഖിച്ച് ആസ്വദിക്കാം, എല്ലാവിധ പദവിയും കിട്ടും, പണവും കിട്ടും, കാറിൽ കറങ്ങി നടക്കാം, പെണ്ണിന് പെണ്ണ്, കള്ളിന് കള്ള്, തീറ്റിക്ക് തീറ്റി, എല്ലാം കിട്ടുമല്ലോ കറങ്ങി നടക്കുമ്പോൾ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ തെമ്മാടിക്കൂട്ടങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ നൈറ്റ് ഇട്ട് നടക്കുന്നവന്മാരൊക്കെ. നിങ്ങൾ കാണുന്നതല്ല, ഈ പുറമേ കാണുന്നൊന്നും അല്ല ഇവന്മാർ. നിങ്ങൾ ക്രിസ്ത്യാനി സമൂഹം ഇതെല്ലാം മറച്ചു വെച്ച് പഠിപ്പിച്ചു വെച്ചിരിക്കുക. ക്രിസ്ത്യാനികൾ ഇതെല്ലാം മൂടിക്കെട്ടുക. ഇവന്മാരുടെ തെമ്മാടിത്തരം തുറന്നു പറയാൻ അതത് സഭകളിലുള്ള വിശ്വാസികൾ എഴുന്നേറ്റാൽ തന്നെ ഇവനെയൊക്കെ കണ്ടം വഴി അടിച്ചു ഓടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരുത്തനും പറയില്ല. അവന്മാരുടെ ലോകയ്ക്കങ്ങ് ബഹുമാനം കൊടുത്തങ്ങ് കിടക്കുക, നൈറ്റിക്കങ്ങ് ബഹുമാനം കൊടുക്കുക. വീട്ടിലെ പെണ്ണുങ്ങളിടുന്ന നൈറ്റിക്ക് ബഹുമാനം കൊടുക്കത്തില്ല. ഇവന്മാർ വെള്ളം നൈറ്റി ഇട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബഹുമാനമാണ് ഇവന്മാർക്ക്. അപ്പോൾ എന്തെല്ലാം തെമ്മാടിത്തരമാണ് ഈ നാട്ടിൽ കാട്ടിക്കൂട്ടുന്നത്. ഇതൊന്നും ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല. ഇവരെല്ലാം തിരക്കിപ്പോവുക ഹിന്ദുക്കളോട്. ഞാൻ അന്നും പറഞ്ഞ കഴിഞ്ഞ ലൈവിലും ഒന്ന് പറഞ്ഞ കാര്യം, ഏതെങ്കിലും ഒരു സംഘപരിവാറിനെ എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ ഒറ്റ കാര്യമേ അവരോട് പറയത്തുള്ളൂ. ഇനി മേലെ ഈ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ചെറ്റകളെ എന്ത് ചെയ്യാൻ പാടില്ല, ഹിന്ദുക്കളുടെ ഭവനങ്ങളിൽ അടുപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. അവർ ജീവിച്ചിട്ട് പോട്ടെ, അവരവരുടെ പാട് നോക്കി ജീവിച്ചിട്ട് പോട്ടെ. അവരവരുടെ രാമനെ വിളിക്കുകയോ കൃഷ്ണനെ വിളിക്കുകയോ അവരാരെ വേണമെങ്കിലും വിളിച്ചു. എടാ, നീ യേശുവിനെ വിളിച്ചിട്ട് പോലും നീ ചെറ്റയും തെമ്മാടിയുമായിട്ട് ജീവിക്കുന്നു. പിന്നെ അവരെ കൊണ്ടുവന്ന് യേശുവിനെ വിളിപ്പിച്ചിട്ട് നിനക്ക് എന്ത് ഗുണം കിട്ടാനാ? നീ വല്ല മാറ്റവും ഉണ്ടോ? നീ യേശുവിനെ വിളിക്കുന്നു പറഞ്ഞിട്ട് നിന്റെ കയ്യിൽ ബൈബിൾ ഇരിക്കുന്നു പറഞ്ഞിട്ട് നിനക്ക് മാറ്റമില്ലല്ലോ. പിന്നെ നിനക്ക് ഇത്ര വിഷമം എന്താ? അവർ രാമനെ വിളിക്കുന്നതിനും കൃഷ്ണനെ വിളിക്കുന്നതിനൊക്കെ നിനക്ക് വിഷമം എന്തുവാ? അവർ ഇരുട്ടി നരകത്തിൽ കൊണ്ടുവരാനോ? ഇതല്ലേ എൻ്റെ കർത്താവ് പറഞ്ഞത്? കാടും മേടും കടന്ന് നിങ്ങൾ അനേകർ ഈ മാർഗത്തിൽ കൊണ്ടുവന്നിട്ട് അവന്മാർ ഇരുട്ടിച്ച് നരകയോഗ്യരാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞിട്ട് നീയൊക്കെ കഷ്ടപ്പെട്ട് കിടന്ന് അവിടെ കിടക്കുന്നവനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് നിന്റെ സഭയ്ക്കകത്തോണ്ട് വെച്ചിട്ട് അവരെയൊക്കെ ഇരുട്ടിച്ച് നരകയോഗ്യമാക്കിയായിട്ട് സത്യം അറിഞ്ഞവനാക്കി തെമ്മാടികളാക്കി നീയൊക്കെ മാറ്റുന്നു. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ത്യക്കകത്ത് മാറ്റങ്ങൾ വരണം. ഇന്ത്യ മാറ്റി എഴുതപ്പെടണം. ഈ ജനാധിപത്യത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് ഇതുവരയ്ക്കും കോൺഗ്രസ് എന്ന് പറയുന്ന ഈ നെഹ്റു കുടുംബം ചെയ്തു കൊടുത്തത് നന്മയല്ല, ദോഷം മാത്രമായിരുന്നു. തീവ്രവാദികൾക്ക് വളരാനുള്ള വളം വെച്ച് കൊടുത്തു. ഈ ക്രിസ്ത്യാനികൾക്ക് ചാരിറ്റി എന്നുള്ള പേരിൽ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇന്ത്യയുടെ ദാരിദ്ര്യം കാണിച്ചു കൊടുത്തുകൊണ്ടും ഈ ഹിന്ദുക്കളുടെ ഭവനങ്ങളിലും ആദിവാസികളുടെ ഭവനങ്ങളിലും കയറി ഇറങ്ങി ഫോട്ടോ എടുത്തും സെൽഫി എടുത്തും വിദേശ രാജ്യങ്ങളിൽ അയച്ചു കൊടുത്തുകൊണ്ട് FCR അക്കൗണ്ട് വഴിക്ക് കോടികളുടെ കള്ളപ്പണം വരുത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഒരുക്കി കൊടുത്തു. ഇതൊക്കെയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തു കൊടുത്തത്. അതുകൊണ്ടെന്താ, ഇവന്മാർ തഴച്ചങ്ങ് വളരുകയാണ്. ട്രസ്റ്റുകളുടെ പേരിൽ പണം ഉണ്ടാക്കി, കോടികൾ ഉണ്ടാക്കി, ആസ്തികൾ ഉണ്ടാക്കി.
ഹിന്ദു എന്നും കുന്നും ഇങ്ങനെ തന്നെ കിടക്കണം. അവനെ പറ്റിക്കാൻ പറ്റിയ ചരക്കുകളായതുകൊണ്ട് ഇവരെന്ത് ചെയ്യും? നടന്നു പറ്റിക്കും. ആർക്കെല്ലാം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള രീതിയിലാണ്. ക്രിസ്ത്യാനിക്ക് വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അങ്ങ് PhD എടുത്തുകൊണ്ടിരിക്കുക അച്ഛന്മാര്. PhD എടുത്തുകൊണ്ടിരിക്കുന്ന അച്ഛനും തലയ്ക്ക് വിവരം വെച്ചവനുമാ എന്ത് ചെയ്യുന്നത്? കൊന്ത മാതാവിന് പോയി കൊന്ത ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത്. അവനറിയത്തില്ല ഇത് കണ്ണും മൂക്കും ഇല്ലാത്ത സാധനമാണെന്ന്. നിലത്ത് വീണാൽ പൊട്ടിപ്പോകുന്ന സാധനം അതിനെ വെച്ചുകൊണ്ട് ഈ പാവം ജനങ്ങളെ പറ്റിക്കുകയാണല്ലോ നമ്മളെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ബോധമില്ല. അത് ബോധമില്ല. നീയൊക്കെ നിന്റെ സ്കൂളുകളിൽ പിന്നെ എന്തോ നീ പഠിപ്പിച്ചു കൊടുക്കുന്നത്? എന്ത് വിവരമോ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്? എടാ, നീയൊക്കെ വെറും കല്ലിനെ ആരാധിക്കാൻ പഠിപ്പിക്കുന്ന നീയൊക്കെ നിന്റെ സ്കൂളുകളിൽ എന്ത് വിദ്യാഭ്യാസമാണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്? കേവലം കല്ലിനെപ്പോലും ആരാധിക്കുവാനും കേവലം കല്ലിനെപ്പോലും ദൈവമായി വണങ്ങുവാനും നീയൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ഈ ജനത്തെ അന്തരാക്കി വെച്ചിട്ട് നിന്റെയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിന്നെ എന്തിനാ വെച്ചിരിക്കുന്നത്? കേവലം അറിയേണ്ട യഥാർത്ഥ അറിവ് പോലും അവൻ എത്തിക്കുന്നില്ല നീയൊന്നും. അപ്പോൾ നിനക്കൊക്കെ പണമാണ് വലുത്. ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടി, പണം ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യനെ പൊട്ടനാക്കിയിട്ടാണെങ്കിലും അന്ധനാക്കിയിട്ടാണെങ്കിലും നിനക്കൊക്കെ പണം ഉണ്ടാക്കണം. ഇതാണ് ക്രിസ്ത്യാനിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഇവനൊക്കെയാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത്. ക്രിസ്ത്യാനികൾക്ക് വലിയ വലിയ PhD എടുക്കുന്നതും അതെടുക്കുന്നതും അറിവിൻ്റെ മകുടങ്ങൾ, അറിവ് പകർന്നു കൊടുക്കാൻ വലിയ അച്ഛന്മാരെന്ന് പ്രസംഗിക്കുന്ന കേൾക്കണം. ഇന്ത്യക്കകത്ത് ക്രിസ്ത്യാനികൾ കൊടുത്ത സംഭാവന എന്താണെന്നറിയാമോ? പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൊണ്ടുവന്ന് ഇന്ത്യയിൽ ജനങ്ങൾക്ക് സാക്ഷരത കൊടുത്തു, അറിവ് കൊടുത്തു. എന്നിട്ട് നീയൊക്കെ എന്ത് ചെയ്തിടാം? വൃത്തികെട്ടവന്മാരെ കല്ലിനെ പോയി ആരാധിക്കാൻ പറഞ്ഞു. ഇതാണോ നീ കൊടുത്ത അറിവ്? നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലൂർദ് മാതായെയും വേളാങ്കണ്ണി മാതായെയും കൊന്ത മാതായെയും കാണിക്ക മാതായെയും 116 മാതാക്കളെ നീ ഉണ്ടാക്കിയിട്ട് നീ അതിനെല്ലാം പോയി ആരാധിക്കാൻ പറഞ്ഞു കൊടുത്തു. ആ കല്ലിനെ കൊണ്ടുപോയി വണങ്ങാൻ പറഞ്ഞു കൊടുത്തു. അപ്പം നീ മണ്ടനാക്കി ഇടുകയല്ലേ ചെയ്തത്? സാമാന്യ ബോധമുള്ളവന് പോലും ഉണർത്തി കൊടുക്കേണ്ട ബോധത്തെ പോലും നീ ഒന്നും ഉണർത്തി കൊടുത്തില്ലല്ലോ ഈ ജനങ്ങൾക്ക്. സാമാന്യ ബോധം പറഞ്ഞു കൊടുക്കേണ്ടവന് പോലും ആ സാമാന്യ ബോധം പോലും ഇവന്മാർ പറഞ്ഞു കൊടുത്തില്ലല്ലോ ഈ ജനങ്ങൾക്ക്. അതല്ലേ ഇവന്മാർ ചെയ്തത്? എന്നിട്ട് പറയാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുത്ത് ഇന്ത്യക്ക് കൈത്താങ്ങൽ കൊടുത്തു പോലും നീയൊക്കെ. ഓലൊക്കെ കൊടുത്തു. നിന്റെയൊക്കെ ട്രസ്റ്റുകൾ വഴി നീ കോടികൾ പണം സമ്പാദിച്ചു. ഏക്കർ കണക്ക് സ്ഥലങ്ങൾ എന്ത് ചെയ്തു? നിന്റെയൊക്കെ സഭയുടെ പേരിൽ ഉണ്ടാക്കി ഇട്ടു. ട്രസ്റ്റുകളും അതും ഇതും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇന്ത്യക്കൊരു സംഭാവന നീ ഒന്നും കൊടുത്തിട്ടില്ല. ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടുമില്ല നീയൊന്നും. മനസ്സിലായോ? ഹിന്ദു എന്നും കുന്നും അങ്ങനെ തന്നെയാണ് നിന്റെയൊക്കെ അടിമയായി കിടക്കപ്പെടുന്നവനും നീയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ജനിപ്പിച്ചിട്ട ജന്മങ്ങളെപ്പോലെയാ ഹിന്ദു കിടക്കുന്നത് അന്നും ഇന്നും. അതുകൊണ്ട് അവർക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഒരുത്തിനും വരരുത്. അവർക്ക് വേണ്ടി ആരെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ വന്നു കഴിഞ്ഞാൽ അയ്യോ ഞങ്ങളെ പീഡിപ്പിക്കുന്നേ, ഞങ്ങൾ ന്യൂനപക്ഷങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലേ, ഞങ്ങളുടെ വിശ്വാസങ്ങളെ തകർക്കുന്നേ, എതിർക്കുന്നേ. പിന്നെ നിന്റെ വിശ്വാസം നിന്റെ കയ്യിൽ വെച്ചിരിക്കണം, നിന്റെ വീട്ടിൽ വെച്ചിരിക്കണം. നിന്റെ വിശ്വാസം തെരുവിലിറങ്ങി കണ്ടവന്റെ വീട്ടിൽ കയറി നിറങ്ങുന്നതല്ല നിന്റെ വിശ്വാസവും കൊണ്ട്. ഇന്ത്യക്കകത്ത് മാറ്റം വന്നേ പറ്റൂ. ഇന്ത്യയിൽ ഇനി മേലാൽ ഈ ചെറ്റകളെ വീട്ടിൽ കയറ്റരുത് എന്നുള്ള നിയമം കൊണ്ടുവരണം. ഈ സുവിശേഷവും എടുത്തുകൊണ്ട് ഒരുത്തനും ഈ സുവിശേഷം എടുത്തുകൊണ്ട് ഒരുത്തനെയും എന്ത് ചെയ്യരുത്? വീട്ടുകളിൽ കയറ്റരുത് എന്നുള്ള നിയമം കൊണ്ടുവരണം. അവന് ക്രിസ്ത്യാനിയായിട്ടിരിക്കട്ടെ, ഹിന്ദുവായിട്ടിരിക്കട്ടെ, മുസ്ലിമായിട്ടിരിക്കട്ടെ. പ്രശ്നം തീർന്നല്ലോ. നാട്ടിൽ പ്രശ്നം തീർന്നല്ലോ. എന്തേ? ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യയിലുള്ളവരെല്ലാം മതപരിവർത്തനം ചെയ്തുകൊണ്ട് ക്രിസ്ത്യാനിയെ രാജ്യമാക്കി മാറ്റണം, ക്രിസ്ത്യാനികളാക്കി മാറ്റണം എല്ലാവരെയും. മുസൽമാന് ഈ ഹിന്ദുക്കളെല്ലാം മതപരിവർത്തനം ചെയ്തുകൊണ്ട് മുസ്ലിമാക്കി മാറ്റണം. അപ്പം നിങ്ങൾ രണ്ടുപേരും മാറിയും തിരിഞ്ഞും നാട്ടുകാരെ മുഴുവനും പിടിച്ച് രണ്ട് മതത്തിലാക്കിയിട്ട് അവസാനം നിങ്ങൾ എന്ത് ചെയ്യും? രണ്ടെണ്ണത്തെയും കൊണ്ടുപോയിട്ട് അവൻ 72 ഊറിയെ കാണിച്ചുകൊണ്ട് സ്വർഗത്തിൽ കൊണ്ടുപോകാനിരിക്കുക. ഇവന്മാരെന്ത് ചെയ്യും? കർത്താവിന് കൊടുത്താൽ സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കർത്താവിന് അങ്ങോട്ട് കൊടുക്കുക. ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം ബോംബ് കൂടി ചത്താൽ മതി, സ്വർഗത്തിൽ പോകാം. ക്രിസ്ത്യാനിക്ക് എന്ന് പറയുന്നത് അങ്ങനെയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവത്തിന് അങ്ങ് കൊടുക്കണം, കൈക്കൂലി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് കൈമടക്ക് പോലെ. ആ കൈക്കൂലി കൊടുക്കേണ്ടത് ആർക്കാ കൊടുക്കേണ്ട? പാസ്റ്റർക്ക് കൊടുക്കണം. അങ്ങനെ കൈക്കൂലി പാസ്റ്റർക്ക് കൊടുത്ത് കൊട്ടിയും പാടിയും ഹല്ലേലൂയ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ കൊണ്ടുപോകും കർത്താവ് ഡയറക്റ്റ്. ഇത് എന്താ നടക്കുന്നത് പ്രിയ സഹോദരങ്ങളെ? കുറച്ച് മനുഷ്യരെ മന്ദബുദ്ധികളാക്കി വെച്ചിരിക്കുന്നു. ബുദ്ധി ഉണരാത്തവരായിട്ട്, ബോധമില്ലാത്തവരായിട്ട്, ചിന്തിക്കാൻ കഴിവില്ലാത്തവരായിട്ട് ഇവന്മാരാക്കി വെച്ചിട്ട് ഇവന്മാർ നായകന്മാർ ചമഞ്ഞ് നടക്കുകയാണ്.
ഇതൊക്കെയല്ലേ കേരളത്തിൽ നടക്കുന്നത്? ഇതല്ലേ ഇന്ത്യക്കകത്ത് നടക്കുന്നത്? സത്യം പറഞ്ഞ സംഘപരിവാർ ഇപ്പം നന്നായിട്ടൊന്ന് ഉണരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സംഘപരിവാർ ഉണർന്നതിനേക്കാളും ഈ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുക്കണം. ഈ സുഡാപ്പികൾക്ക് എതിരെ മാത്രമല്ല തീരുമാനം എടുക്കേണ്ടത്, ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വർഗത്തിനെതിരെയും തീരുമാനം എടുക്കണം. 116 സഭകൾ ഉണ്ടാക്കിയിടുന്ന എല്ലാം റദ്ദാക്കണം. അതൊക്കെ ചെയ്യണം. ഇനി സഭകളെന്ന് പറയുന്ന സാധനം മുക്കിലും മൂലയിലും എന്ത് ചെയ്യരുത്, ഉണ്ടാകാൻ പാടില്ല. അതാണ് വേണ്ടത്. ഈ മുക്കിലും മൂലയും സഭ ഉണ്ടാക്കാനായിട്ട് അനുവാദം കിട്ടുമ്പോഴാണല്ലോ ഓരോരുത്തർമാർക്ക് ഇരിക്കുമ്പോൾ പാസ്റ്റർ ആകാൻ തോന്നുന്നതും വീട്ടാന്തോറും കയറി ഇറങ്ങി 10 പേരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് സഭയ്ക്കകത്ത് ഇരുത്തി കൊണ്ടുവന്നിട്ട് പണിയെടുക്കാതിരുന്ന് തിന്നാൻ തോന്നുന്നതും. ഈ മുക്കിലും മൂലം സഭ ഒഴിവാക്കി കഴിഞ്ഞാൽ പണിയെടുക്കാനുള്ള ബോധം വരുമല്ലോ. ആ പണിയെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ദൈവവചനം പറയാൻ തോന്നുന്ന സമയത്ത് ദൈവവചനം പറയട്ടെ. പൗലോസ് അപ്പോസ്തലനും കൂടാര പണിയെടുക്കുന്നതിന്റെ കൂട്ടത്തിലാണ് പൗലോസും വന്ന് എന്ത് ചെയ്തത്, സുവിശേഷം പറഞ്ഞത്. അതാ പൗലോസ് ചെയ്തത്. അല്ലാതെ പൗലോസ് 24 മണിക്കൂറും വീട്ടാന്തോറും കയറി ഇറങ്ങി നടന്ന് സുവിശേഷം പറഞ്ഞ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് തന്റെ വീട്ടിനകത്ത് ഇരുത്തിക്കൊണ്ട് അല്ലേലും ഈ ചോത്രം പഠിപ്പിച്ചുകൊണ്ട് അവരുടെ നിന്ന് ചിക്കിലി അടിച്ചു മാറ്റുകയല്ല പൗലോസ് ചെയ്തത്. പണിയെടുക്കാത്തവൻ തിന്നരുതെന്നാണ് പൗലോസ് പറഞ്ഞത്. ജോലിയും കൂലിയും ചെയ്യാത്തവൻ തിന്നരുതെന്നാണ് പൗലോസ് പറഞ്ഞത്. അപ്പൊ പൗലോസ് നല്ലതുപോലെ കൂടാരപ്പണി എടുത്ത് ഒരു ദിവസമല്ലല്ലോ ടെന്റ് പണിയെടുക്കുന്ന വീടുണ്ടാക്കുന്ന ഒറ്റ ദിവസം കൊണ്ടൊന്നല്ലല്ലോ. അപ്പൊ എത്ര ദിവസങ്ങളിലെ പണിയെടുത്തിരിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ ഇവന്മാരുടെ വീടുകൾ മുക്കിലും മൂലയിലുള്ള സഭകളെല്ലാം ഇങ്ങനെ ഒന്ന് തീർത്തു കഴിഞ്ഞാൽ ഇനി മേലെ ഇങ്ങനത്തെ സഭകൾക്ക് രജിസ്ട്രേഷൻ കൊടുക്കരുത്. ഓരോരുത്തന്മാർ തുടങ്ങി വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം, സെർച്ച് വാറന്റ് നടത്തണം. സഭയ്ക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് നോക്കണം. മുക്കിലും മൂലയിലും സഭ തുടങ്ങുമ്പോഴത്തേക്കും അതിനൊക്കെ രജിസ്റ്റർ ഉണ്ടോ എന്ന് നോക്കണം. രജിസ്റ്റർ ഉണ്ടാവും നോക്കിയിട്ട് അവിടുത്തെ പാസ്റ്റർക്ക് എന്താ വരുമാനം എന്നുള്ളത് തിരക്കണം. കേന്ദ്ര സർക്കാർ ഇവർക്ക് എങ്ങനെയാ വരുമാനം വരുന്നത് എന്ന് നോക്കണം. അവന് ഇത്രയും ജോലിക്കും കൂലിക്കും പോകാത്ത ഇവന് ഇത്രയും വരുമാനം വരുന്നുണ്ടെങ്കിൽ ഈ പാവത്തുങ്ങളെ പറഞ്ഞു പറ്റിച്ച് കാശുണ്ടാക്കുകയാണ് എന്നുള്ള പേരിൽ കബളിപ്പിക്കൽ കേസിന് അവനെതിരെ കേസ് കൊടുക്കണം. ജനങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കുന്നതിന്റെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ചമച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കാൻ പറ്റുമല്ലോ, വകുപ്പുണ്ടല്ലോ. ഇതുപോലെ ജനങ്ങൾക്ക് സൗഖ്യം കിട്ടും, വിടുതൽ കിട്ടും, രോഗം മാറും, കടം മാറും എന്ന് വിളിച്ചു വരുത്തിക്കൊണ്ട് ഇവരുടെ നിന്ന് പിരിക്കുന്ന ഈ പണത്തിനുള്ള കേസെടുക്കണം. അവരെ പറഞ്ഞു പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് കടം മാറുമെന്ന് വിളിച്ചിട്ട് വന്നാൽ അവൻ അപ്പം കടം മാറണം. അവന് രോഗം മാറുമെന്ന് പറഞ്ഞ് അവനെ വിളിച്ചു കയറ്റിയാൽ അവനപ്പം രോഗം മാറണം. അപ്പോൾ ഇങ്ങനെ നിയമങ്ങൾ കൊണ്ടുവരണം. എന്നാലേ ഇവന്മാർ പഠിക്കത്തുള്ളൂ. വചനത്തെ വിറ്റ് കാശാക്കുന്നതിനൊക്കെ ഒരു ഭയം വരത്തുള്ളൂ. അതിന് കേന്ദ്ര സർക്കാർ ഇടപെട്ടേ പറ്റത്തുള്ളൂ. ജാതികളെ കൊണ്ട് ദൈവം എരിവ് വരുത്തിക്കണം ഈ വർഗങ്ങൾക്ക്. ഇവന്മാർക്ക് സ്വയം എരിവ് വരത്തില്ല. കാരണം വചനം എന്ന് പറയുന്നത് ഇവന്മാർക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു ലൈസൻസായി മാറിക്കഴിഞ്ഞു. എങ്ങനെ വേണമെങ്കിലും പഠിപ്പിക്കാം, എങ്ങനെ വേണമെങ്കിലും പറ്റിക്കാം, എങ്ങനെ വേണമെങ്കിലും അതിനെ ഉപയോഗിച്ച് ഉടായ്പ നടത്തി പണമുണ്ടാക്കാം. ദ്രവ്യാഗ്രഹം എന്ന് പറയുന്ന മാമോനെ വളർത്താൻ വേണ്ടിയിട്ട് സാത്താന് വേണ്ടിയിട്ട് എടുത്തുപയോഗിക്കുന്ന ദൈവവചനം എന്ന് പറയുന്ന വചനത്തെയാണ്. ദ്രവ്യാഗ്രഹം എന്ന സാത്താനെ ഉയർത്തിക്കാട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ഒരു നീക്കുപോക്കുണ്ടാകണം. അതിന് ഞാൻ മാത്രം ശ്രമിച്ചിട്ട് കാര്യമില്ല. എന്നെ കേൾക്കുന്ന കുറേ ആൾക്കാർ കൂട്ടമായിട്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാമോ? കേന്ദ്ര സർക്കാരിന് എഴുതി കൊടുക്കണം, കത്തെഴുതി കൊടുക്കണം, മെയിൽ അയച്ചു കൊടുക്കണം, പരാതിപ്പെടണം. ഇങ്ങനെ നടക്കുന്ന ചീറ്റിങ്ങുകൾ, ഇങ്ങനെ കർത്താവിന്റെ വചനം ദൈവവചനത്തെ വിറ്റ് കാശാക്കുന്ന തരത്തിൽ ഇവന്മാരെന്ത് ചെയ്യുകയാണ്? ജനങ്ങളെ, ഹിന്ദുക്കളെ മുഴുവനും വിളിച്ച് സഭകളിൽ കൊണ്ടുവന്നിട്ട് അവരുടെ കയ്യിൽ നിന്നും ബക്കറ്റ് പിരിവുകൾ വഴിക്ക് പണം പറഞ്ഞ് പറ്റിച്ച് വാങ്ങിക്കുകയാണ്. അവരെ പറ്റിച്ച് പണം വാങ്ങിക്കുകയാണ്. ചീറ്റിംഗ് കേസാണ് അത്, ചീറ്റിംഗ് ആണ്. പക്ഷെ ദൈവത്തിന്റെ പേരിൽ നടക്കുന്നത് കൊണ്ട് പള്ളികൾ, ആരാധനകൾ പോലീസിന് കയറാൻ പറ്റത്തില്ല അവസ്ഥയിലാക്കി വെച്ചു. എല്ലാം ദൈവത്തിന്റെ പേരിലല്ലേ? ദൈവമയം, എല്ലാം ദൈവമയം. ആഹാഹാ. അപ്പൊ എന്ത് തോന്നിവാസവും ദൈവത്തിന്റെ പേരിൽ എല്ലാവർക്കും ചെയ്യാവുന്നുള്ള അവസ്ഥ ഇന്ത്യക്കകത്തായിപ്പോയി. ഏതവനും ദൈവം എന്നൊരു പേര് ഇട്ടു കൊടുത്താൽ മതി. ഇടയ്ക്ക് ക്രിസ്ത്യാനികളുടെ മതം എന്നൊരു പേരും ദൈവം എന്നൊരു പേരും ഇടയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയെല്ലാം അവരെ മതക്കാരെ പിടിച്ചു, അവരുടെ മതക്കാരുടെ ഇടയിൽ പോലീസ് വന്നു, ഇവരെ ക്രിസ്ത്യാനികളുടെ പിടിക്കാൻ പോലീസ് വന്നു ആ ചർച്ചിൽ. അപ്പോൾ ഇളക്കി അങ്ങ് വിടാം ആൾക്കാരെയൊക്കെ. മനസ്സിലായോ? അപ്പോൾ ഇതിനെല്ലാം ഒരു അറുതി വരുത്തുമ്പം അവൻ്റെ ഇത് പറഞ്ഞ് കുടല് പറ്റത്തില്ലേ?
പോയി നല്ലതുപോലെ പണിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും കഷ്ടതയും പ്രയാസവും ദുഃഖവും ഒക്കെ വരുന്ന സമയത്ത് ദൈവവചനം തുറന്നു വായിക്കുന്ന സമയത്ത് മനസ്സിലാകും, അയ്യോ ദൈവവചനം പറഞ്ഞതനുസരിച്ച് ജീവിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം പിന്നെ ദൈവവചനം അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ദൈവത്തോടൊരു ഇൻറ്റിമസി അപ്പോഴാണ് വരാൻ പോകുന്നത്. അല്ലാതെ ഇങ്ങനെ ഇവന്മാർക്ക് ചുമ്മാ ഇരുന്ന് തിന്നാനുള്ള അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വിറ്റ് കാശാക്കാനുള്ള മോഹവും കൂടിക്കൊണ്ടേയിരിക്കത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും ഇവന്മാരെന്ത് ചെയ്യത്തില്ല, നന്നാകാൻ പോകുന്നില്ല. മനസ്സിലായോ? അപ്പൊ ഇന്ത്യക്ക് മാറ്റം വരണം, ഇന്ത്യയിൽ മതേതര രാജ്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യണം? ഒരിക്കലും ക്രിസ്ത്യാനി എപ്പോഴും ആഗ്രഹിക്കുന്നത് ക്രിസ്ത്യാനി ലോകത്തെ മുഴുവനും ക്രിസ്ത്യാനിയാക്കണമെന്നാണ്. ഈ ക്രിസ്ത്യാനി നോക്കിയിട്ടാണ് എന്ത് ചെയ്തത് ഈ മുസൽമാനും ഈ തീരുമാനമെടുത്ത് നടക്കുന്നത്, ലോകത്തെ മുഴുവനെയും ഇസ്ലാം മതമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള അജണ്ടയാണ്. ക്രിസ്ത്യാനിയുടെ അജണ്ട എന്ന് പറയുന്നത് ലോകം മുഴുവനും പോയി സുവിശേഷം വിചാരിച്ച് എല്ലാവരും ക്രിസ്ത്യാനികളാക്കണമെന്നാണ്. ഇവിടെ കർത്താവ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ലോകം മുഴുവനും പോയി നിങ്ങൾ സുവിശേഷം പറഞ്ഞുകൊണ്ട് സകലരെയും ക്രിസ്ത്യാനികളാക്കാനല്ല കർത്താവ് പറഞ്ഞത്, ശിഷ്യരാക്കാനാ പറഞ്ഞത്. ശിഷ്യത്വം വേറെ, ക്രിസ്ത്യാനി വേറെ. ക്രിസ്ത്യാനി മതത്തിൽ ചേർക്കുന്നത് വേറെ, ശിഷ്യത്വം വേറെ. നീ ജീവിക്കുന്നതും നീ ദൈവവചനം അനുസരിച്ച് പ്രവർത്തിക്കുന്നതും മനസ്സിലാക്കിക്കൊണ്ട് അവൻ ദൈവവചന സത്യത്തിൽ ജീവിക്കാൻ അവനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. അല്ലാതെ അവനെ കൊണ്ടുവന്ന് മതത്തിൽ കൊണ്ടുവന്ന് നിന്റെ മതത്തിൽ കെട്ടിവെക്കാനല്ല കർത്താവ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങള്. ഇതല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ ഇത് നമ്മൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിടിക്കത്തില്ല. സത്യം അങ്ങ് പറയുമ്പോഴത്തേക്കും ആർക്കും ദഹിക്കത്തില്ല. ദഹിക്കണ്ട, സത്യം പറഞ്ഞാൽ ദഹിക്കണ്ട നിനക്ക് ആർക്കും. ഇതിനെല്ലാം മറുതി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഒരു കാര്യത്തിൽ. എന്താണെന്നറിയാമോ, ഈ പറയുന്നതെല്ലാം ഒരു അവസാന കാലഘട്ടത്തിലാണല്ലോ ഈ പറയുന്നതെന്നുള്ള ഓർക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം. മാനസാന്തരപ്പെടാൻ ദൈവം അവസരം കൊടുക്കുകയാണ്, ഓരോന്നിനും രക്ഷപ്പെടാനൊരു അവസരം കൊടുക്കുക, ചിന്തിക്കാൻ അവസരം കൊടുക്കുക. ഇതൊന്നും ചിന്തിക്കാതെ ഞങ്ങളുടെ മതമാണ്, ഞങ്ങളുടെ സംഘടനയാണ്, ഞാൻ കത്തോലിക്കനാണ്, ഞാൻ യാക്കോബറ്റാണ്, ഞാൻ ഓർത്തഡോക്സാണ്, ഞാൻ AG ആണ്, ഞാൻ IPC ആണ്, ഞാൻ ചർച്ച് ഓഫ് ഗോഡാണ്, ഞാൻ OND ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് തന്നെ തൂങ്ങിപ്പിടിച്ച് കിടക്കുന്നവൻ്റെയൊക്കെ കാര്യം അയ്യോ കഷ്ടം. അതേ സംഭവിക്കാൻ പോകുന്നുള്ളൂ എൻ്റെ പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ എല്ലാവന്മാരും ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ നടക്കുന്നത് മുഴുവൻ ഇന്ന് കൾട്ടാ പ്രിയ സഹോദരങ്ങൾ, എല്ലാം കൾട്ടാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സഭ വിട്ട് പുറത്തു വരുവിൻ, പാസ്റ്റർമാരുടെ കീഴിൽ നിന്നും പുറത്തു വരുവിൻ, നിങ്ങൾ പുരോഹിതന്മാരുടെ കീഴിൽ നിന്നും പുറത്തു വരുവിൻ. നിങ്ങൾ ഒറ്റയ്ക്ക് വീടുകളിൽ നിന്നുകൊണ്ട് ദൈവവചനം വായിച്ചും ദൈവവചനം ധ്യാനിച്ചും കർത്താവിൻ്റെ കൂടെ നിങ്ങൾ വ്യക്തിപരമായി ഇൻറ്റിമസിയിലാകുവിൻ. അതിനാ കർത്താവ് മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, നിങ്ങൾ മുറിയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കുവിനെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം അതിൻ്റെ സമയം അടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവന്മാരുടെ കൂട്ടത്തിൽ കിടന്ന് കൊട്ടിയും പാടിയിട്ടും ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു മിനിറ്റ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യർ കാണുക നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കാൻ സൂക്ഷിപ്പിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മനുഷ്യർ കാണുക കൊട്ടിഘോഷിക്കുക, ചെയ്യുന്നത് മുഴുവൻ ഞാൻ ഇങ്ങനെയാണേ ചെയ്യുന്നത്, സെൽഫി എടുത്തും അതെടുത്തും ഇതെടുത്തും എല്ലാം ഇന്ന് ലോകത്തെ മുഴുവനെയും കാണിച്ചുകൊണ്ടിരിക്കുക. അവരോടാ സ്നേഹം അങ്ങ് പൊത്തൊഴുകുന്നത്. മനസ്സിലായോ? മദർ തെരേസയോട് സ്നേഹം അങ്ങ് ഒഴുകി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? മദർ തെരേസ കുറച്ച് പാവങ്ങൾക്ക് ചെയ്യുന്നത് മുഴുവനും നാട്ടുകാരെ വീഡിയോ എടുത്ത് കാണിച്ച് പ്രചരിപ്പിച്ചപ്പോഴത്തേക്കും സ്നേഹവും അങ്ങ് ഒഴുകി, കൂട്ടത്തിൽ പണവും അങ്ങ് ഒഴുകി, ലക്ഷം കോടികൾ അങ്ങ് ഒഴുകി. അത് മുഴുവനും പോയ വഴിയോ വത്തിക്കാനിലേക്ക്. സൂപ്പർ. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
ഇനി അടുത്തതാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, വല്ലവരും നിത്യനും നീതിമാനും സർവശക്തനും അഖിലാണ്ടങ്ങളിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാർ കിടന്ന് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്, മനുഷ്യർ കേൾക്കേണ്ടതിന്. എൻ്റെ പ്രാർത്ഥനയുടെ പ്രാസം കണ്ടോ, ഞാൻ എന്തുമാത്രം ശക്തമായി പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് കണ്ടോ എന്ന് പറഞ്ഞ് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ഇവരെന്ത് ചെയ്യുകയാണ്? തെരുക്കോണുകളിലും അവിടെ നിന്ന് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളോട് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ജാതികൾ പ്രാർത്ഥിക്കുന്ന രീതിയിൽ കടന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നതായി കടന്നു കർത്താവേ എന്ന് പറഞ്ഞ് ഉപവാസം എന്ന് പറഞ്ഞ് 3 ദിവസം കുത്തിയിരുന്നു ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് കടന്നു. ഓ കർത്താവേ, കർത്താവേ, ദൈവമേ, അത്ഭുതം പ്രവർത്തിക്കണമേ, കർത്താവേ, നന്ദി കർത്താവേ, വിടുവിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് യുവമാർ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്ന്. അതായത് കുറേ ആവർത്തിച്ച് അതേ കാര്യം ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങ് ഉത്തരം കിട്ടുമെന്ന് അവരുടെ വിചാരം. അതുകൊണ്ടാണ് 3 ദിവസം 21 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ച് വെച്ചിരിക്കുന്നത്. അതിനകത്തും ചിക്കരി നല്ലതുപോലെ കിട്ടുവേ വെച്ചങ്ങൾക്ക്. ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്തത് അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പനെന്ന് പറഞ്ഞിട്ട് കർത്താവ് ഒരു പ്രാർത്ഥനയുടെ മെത്തേഡ് പറഞ്ഞു കൊടുത്തു. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. നീ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന്. തലയിൽ എണ്ണ തെച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്നതിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. മനസ്സിലായോ? പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപത്തെ സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിക്കും എന്നവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ കർത്താവ് എന്നിട്ട് പറയുകയാണ്, കർത്താവ് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ചു മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനെ പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിപ്പാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. കർത്താവ് എടുത്തു പറയുന്നുണ്ടോ? എടുത്തു പറഞ്ഞ എന്തുകൊണ്ടാണ്? 2 യജമാനന്മാരെ സേവിക്കാൻ നിൽക്കരുത്. പണത്തിനെയും ദൈവത്തെയും ഒരുപോലിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവവചനം കൊണ്ട് നടക്കുമ്പോഴത്തേക്കുമാണ് ഓട്ടോമാറ്റിക്കലായിട്ട് യുവമാർക്ക് എന്ത് ചെയ്യുന്നത്? പണം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പണത്തിനോട് അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അവൻ ഒന്നിനെ നിരസിച്ച് അടുത്തതിനോട് പറ്റിച്ചേരുമെന്നാ. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്നത് മുഴുവനും. ഈ രക്ഷിക്കപ്പെട്ടു വന്ന പാസ്റ്റർമാരെല്ലാം സുവിശേഷീകരണം ആദ്യം നടത്തി പണം വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും പതുക്കെ എന്ത് ചെയ്തു? ദൈവത്തെ അകറ്റിയിട്ട് പണത്തിനോട് പറ്റിച്ചേരാൻ തുടങ്ങി. പണത്തിനോട് പറ്റിച്ചേരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇതൊക്കെ കർത്താവിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ദൈവം വളരെ വ്യക്തമായി ഇതിങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് എഴുതിയിരിക്കുന്നില്ല. നിങ്ങൾക്ക് തിരുത്താൻ പറ്റുമോ? അപ്പൊ അതല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് സഭയ്ക്കകത്ത്? അതല്ലേ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. ഇന്ന് വിചാരപ്പെട്ടാണ് ഇത് പണം അടിച്ചു മാറ്റാനുള്ള പണി നോക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് വലിയ ആപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ഒരു തുച്ഛമായ ആൾക്കാരെങ്കിലും ഈ ബുദ്ധിയും ബോധവും മുതിച്ചവരായിട്ട് ഇന്ന് സമൂഹത്തിൽ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട്, അതിന് ദൈവം ഒരു കൃപ തന്നല്ലോ എന്ന് ഓർത്തിട്ട് ഈ സത്യം മനസ്സിലാക്കാൻ തക്കവണ്ണം ഒരു തുച്ഛമായ ആളുകളിലേക്ക് സത്യം ഗ്രഹിക്കുവാൻ കർത്താവ് അവരുടെ ഹൃദയ കണ്ണുകളെ തുറന്നു കൊടുത്ത് അവരെ വിടുവിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഈ കള്ളന്മാരുടെ കൂട്ടത്തിൽ എന്ത് ചെയ്തേനെ? അകപ്പെട്ടു പോയേനെ. നിങ്ങൾ കുരുടനെ വഴി നടത്തിയാൽ 2 പേരും പോയി കുഴി വീഴുമെന്ന് പറഞ്ഞാൽ 2 പേരും പോയി എന്ത് ചെയ്യും? കുഴിയിൽ പോയി വീണ് കൊടുത്തേനെ. അപ്പം നിങ്ങളോട് ദൈവത്തിന് കരുണയുള്ളത് കൊണ്ടാണ് നിങ്ങളെല്ലാം എന്ത് ചെയ്തത്? ഈ സത്യം കുറച്ചു പേരെങ്കിലും അറിയാനിടയെ. കുറച്ചു പേരെ മതിയെന്നേ. എല്ലാവരും ഒന്നും കർത്താവിന് ആവശ്യമില്ല. സർഗ്ഗത്തെയും പിടിച്ച് അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് കർത്താവ് അവിടെ പദ്ധതിയൊന്നും തയ്യാറാക്കി വെച്ചിട്ടൊന്നുമില്ല. കർത്താവ് തന്നെ പറഞ്ഞു, നരകത്തിലേക്കുള്ള വഴി വീതിയുള്ളതും വിശാലതയേറിയതും അതിലേക്ക് കിടക്കുന്നവർ അനേകരാകുന്നു എന്ന് പറഞ്ഞു. സ്വർഗത്തിലുള്ളവയ്ക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളത് അതിലേക്ക് കിടക്കുന്നവർ ചുരുക്കമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഒരു കാര്യം മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി.
നമ്മുടെ സമൂഹത്തിൽ നിന്നും ആദ്യം എടുത്തു മാറ്റപ്പെടേണ്ടത് ഈ മത പരിവർത്തനം എന്ന് പറയുന്ന സംഭവം എടുത്തു മാറ്റണം. അത് നമ്മുടെ സമൂഹത്തിന് അത്യാവശ്യമാണ്. ഇനി ഒരിക്കലും ഒരിടത്തും ഒരു ചർച്ചകളും പൊങ്ങാൻ അനുവദിക്കരുത്. ബെന്തക്കോസുകാരുടെ എന്ത് പറയുന്നത് കുട്ടി സഭകൾ പെരുകാൻ വിടരുത്. പെറ്റി അമീബിയ വരുന്ന കണക്കാണ്. 1, 2 വിഘടിക്കും. 2, ഒരു സഭയ്ക്കകത്ത് ഒരു പാച്ചറും 10 വിശ്വാസികളും കാണും. അതിനകത്ത് എന്ത് ചെയ്യും? ആ പാച്ചറും വിശ്വാസികളും തമ്മിൽ അടികൂടി കഴിഞ്ഞാൽ പിന്നെ അടികൂടിയവന്മാരെന്ത് ചെയ്യും? മാറിപ്പോയി വേറൊരു സഭയങ്ങ് തുടങ്ങും. ഇതാ നടക്കുന്നത്. അവന്മാരവിടെ സമയം തുടങ്ങി അവിടെ 10 പേരെ കൂട്ടിക്കൊണ്ടുവന്ന് വിരിച്ച് ആരാധിച്ച് ലാസ്റ്റ് അവിടെ കൂടി കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്പ്രെഡായി അടുത്തടുത്ത് പോയി അടുത്ത സഭയുണ്ടാക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് അടികൂടി പിരിഞ്ഞ് അവിടെ എവിടെയൊക്കെ മുക്കിലും മൂലയിൽ ഇങ്ങനെ സഭകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ മാറണം നമ്മുടെ സമൂഹത്തിൽ നിന്ന്. ഇതൊക്കെ മാറിയാലേ സമൂഹത്തിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഈ ക്രിസ്ത്യാനികളാണ് ഈ ഇസ്ലാം വർഗത്തിന് എന്ത് ചെയ്തത്? ഇസ്ലാം മതം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഈ പരിപാടി ഒപ്പിച്ചു കൊടുത്തത്. മനസ്സിലായോ? ലോകം മുഴുവൻ ക്രിസ്ത്യാനികളാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികൾ കച്ചകെട്ടി നടന്നപ്പോഴത്തേക്കും ഇവൻ നോക്കിയപ്പോഴത്തേക്കും എന്നാ പിന്നെ നമുക്ക് ഇസ്ലാം മതമാക്കി കളയാമെന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവൻ ഇസ്ലാം മതമാക്കാനുള്ള ആയത്തും കൂടി ഇറക്കി കൊടുത്ത് അതിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും അവന്മാര് വചനം പറഞ്ഞ് ക്രിസ്ത്യാനിയാക്കുന്നെങ്കിൽ നിങ്ങൾ തലവെട്ടിയെങ്കിലും അവന്മാര് വചനം പറഞ്ഞ് ക്രിസ്ത്യാനിയാക്കുമ്പോഴത്തേക്കും നിങ്ങൾ തലവെട്ടിയെങ്കിലും ഇസ്ലാമാനെ ആക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവൻ തിരിച്ച് ആയത്ത് ഇറക്കി കൊടുത്തു. ഇവനെ കവിച്ചു വെക്കാൻ അവൻ വന്നു. കൊള്ളാം. രണ്ടും നല്ല താസിനകത്തോളം തൂങ്ങുവാ ഇപ്പൊ കിടന്ന്. അയ്യോ പൊട്ടന്മാരെ, നാണം തോന്നുന്നില്ലേ നിനക്കൊക്കെ? നാണം ലജ്ജയും തോന്നുന്നില്ലേ? നീയൊക്കെ ചെയ്യുന്ന പരിപാടിയും ഇസ്ലാം മതം ചെയ്യുന്നതിന്റെ നേരൊരു എതിർ വിഷയിൽ തന്നെയാണല്ലോ നീയും ചെയ്യുന്നത്. അവൻ കഴുത്തറുത്ത് ചെയ്യുന്നു, നീ സ്നേഹിച്ച് കഴുത്ത് നക്കി ചെയ്യുന്നു. നക്കിക്കൊല്ലുന്നു, അവൻ ഞെക്കിക്കൊല്ലുന്നു. രണ്ടും വ്യത്യാസമില്ലല്ലോ. ഇതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതല്ലേ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ? എന്നീ മനുഷ്യൻ നേരെയാകും പ്രിയ സഹോദരങ്ങളെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും പറഞ്ഞ അവന്റെ മതത്തെ തൊട്ടാൽ വികാരം ഉണരും. അത് സത്യമാണ്. അത് ഞാൻ മനസ്സിലാക്കിയതാ. അല്ലാതെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞുകൊണ്ട് അവനൊന്നും ഭയങ്കര വെള്ളരി പ്രാവുകളൊന്നുമില്ല. അവന്റെ വായിൽ നിന്ന് നല്ലത് വരുമെന്നോ അവന് ഭക്തനാണെന്നോ ഒന്നും അല്ല. എല്ലാവരെയും തൊട്ട് കഴിഞ്ഞാൽ അവന്റെ സംഘടനയെ പറഞ്ഞു കഴിഞ്ഞാലും അവന്റെ പാച്ചറെ പറഞ്ഞു കഴിഞ്ഞാലും അവന്റെ പുരോഹിതനെ പറഞ്ഞു കഴിഞ്ഞാലും അവന്റെയൊക്കെ എന്ത് പറയും ഇളക്കപ്പെരുപ്പങ്ങളൊക്കെ ഇളകിക്കൊണ്ടിരിക്കും. അല്ലാതെ ക്രിസ്ത്യാനിയാണ്, ദൈവവചനം വായിക്കുന്ന ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് നമ്മൾ മനുഷ്യനായി ജീവിക്കുവാനുള്ളവരാണെന്നുള്ള നല്ല കാഴ്ചപ്പാടും ചിന്തയിലൊന്നും ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും അവനില്ല. മതത്തെ പോലെ തന്നെയാണ്. ഇസ്ലാമിന്റെ മതം തൊട്ടാൽ എന്ത് വികാരം ഉണ്ടാകുമോ, ഹിന്ദുവിന്റെ മതത്തെ തൊട്ടാൽ എന്ത് വികാരം ഉണ്ടാകുമോ, ക്രിസ്ത്യാനിക്കും അത് തന്നെയാണ്. നിങ്ങളൊരു മതമല്ലേ? ഈ മതം സ്പ്രെഡ് ചെയ്യുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നേ. സത്യവചനം പറയാൻ പോകുന്നവൻ അവൻ തന്റെ സഭയ്ക്കകത്ത് ആളെ കൂട്ടാൻ നോക്കില്ല. അവൻ സത്യവചനം പറഞ്ഞു കൊടുക്കും. അത് കേട്ട് ഉൾക്കൊള്ളുന്ന അവന്റെ ഉൾക്കണ്ണുകളെ തുറക്കേണ്ടത് ദൈവമാണ്. ഈ കണ്ണുകളെ ദൈവം തുറന്നു കഴിഞ്ഞാൽ അവൻ സത്യത്തെ അന്വേഷിച്ചുള്ള യാത്ര തുടരും. അവൻ നിർത്തത്തില്ല ആ യാത്ര. അതാണ് സത്യത്തിന്റെ യഥാർത്ഥ മാർഗം എന്ന് പറയുന്നത്. അതിനെ അവൻ കണ്ടെത്തുക തന്നെ ചെയ്യും. അല്ല നിന്റെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നിരുന്ന് സ്നാനം മുക്കി കൊണ്ടുവന്നിരുത്തിയിട്ട് ആ സഭയ്ക്കകത്ത് അവന് വിശ്വാസിയായി ശമ്പാവാടാ റീവലവാടാന്ന് പറയിപ്പിക്കുന്നതല്ല സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, ഒരു വിശ്വാസി വാർത്തെടുക്കുക എന്ന് പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് ലോകത്ത് നടക്കുന്ന വലിയൊരു ആപത്താണ്. ആപത്തെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഞാൻ പറയുന്നത്? ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വൃത്തികെട്ട സമൂഹം ഈ ഉള്ള വിഗ്രഹങ്ങളെ മുഴുവനും ആരാധിച്ചും ഈ വിഗ്രഹങ്ങളെ മുഴുവനും വാർത്തുണ്ടാക്കിയും ദൈവത്തിന്റെ യഥാർത്ഥ തേജസ്സിനെ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞതുകൊണ്ടാണ് ഇവറ്റുങ്ങളെ ദൈവം സ്വന്തം മോഹങ്ങളിൽ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തത്. ആണിനോട് പെണ്ണിനോട് ആണും പെണ്ണും ഈ ഹിന്ദുക്കൾ വിഗ്രഹാരാധനകളാണ്. എന്നിട്ട് പോലും അവർ ഇമാതിരി തെമ്മാടിത്തരം കാണിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹിന്ദുക്കൾ വിഗ്രഹാരാധികളാണ്, എന്നിട്ട് പോലും അവർ തെമ്മാടിത്തരം കാണിക്കുന്നില്ല. പക്ഷെ ക്രിസ്ത്യാനികളോ? എല്ലാ ക്രിസ്തീയ രാജ്യങ്ങളിലും പോപ്പടക്കം എന്ത് ചെയ്തു? ഈ ആണിനെ കെട്ടാനും പെണ്ണിനെ കെട്ടാനുമുള്ള അവകാശം കൊടുത്തു. നീ കത്തോലിക്കനായിരുന്നിട്ട് നീ തിരിച്ചു ചോദിച്ചോ? എടാ നീയൊക്കെ ചോദിച്ചോടാ. എടാ നീ അച്ഛന്മാരെന്ന് പറഞ്ഞിട്ട് നൈറ്റിയിട്ട് നടക്കുന്ന ഈ ചെറ്റകള് പോപ്പിനോട് തിരിഞ്ഞു ചോദിച്ചോ? പോപ്പേ, വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ, സോദോം ഗൊമോറയുടെ പാപം എന്ന് പറയുന്നത് തന്നെ സ്ത്രീ പുരുഷൻ പുരുഷനോടും സ്ത്രീയോടും കൂടി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ്. പ്രകൃതി വിരുദ്ധ ഇത് തെറ്റാണ്, അത് ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞിട്ട് നീയൊക്കെ അച്ഛന്മാരെല്ലാം കൂടിച്ചേർന്ന് ചോദിച്ചോ? പോപ്പിനോട് ചോദിച്ചോ? ചോദിക്കത്തില്ല. അപ്പൊ നിങ്ങൾ അനുവാദം കൊടുക്കുകയാണ് ജനങ്ങൾക്ക് എന്ത് തോന്നിവാസവും തെമ്മാടിത്തരവും അഴിഞ്ഞാടിയും ജീവിക്കാനായിട്ട്.
മനുഷ്യരേക്ക്. ക്രിസ്തീയ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അഴിഞ്ഞാടി നടക്കുന്ന രാജ്യം. ഹിന്ദുക്കൾ അവർ വിഗ്രഹാരാധികളാണ്, എന്നിട്ട് പോലും അവർ ഇമാതിരി തോന്നിവാസം ചെയ്യാറില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ പറയുന്ന വിഗ്രഹാരാധികൾ എന്ന് പറയുന്നത് ഹിന്ദുക്കൾ പോലും അവർ ഈ തോന്നിവാസം ചെയ്യാറില്ല. അവർ കൾച്ചറുള്ളവരാണ്. അതുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഈ ചെറ്റകള്, ഈ ക്രിസ്ത്യാനി വർഗത്തിൽപ്പെട്ടവർ തന്നെ പോയിട്ട് എന്ത് ചെയ്തു, സ്വവർഗരഹികൾക്ക് വേണ്ടിയിട്ട് പോയിട്ട് എന്ത് ചെയ്തു, കോടതിയിൽ പോയി ഇത് കൊടുത്തു. ആണാണിനും പെണ്ണിനോടും ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട്, കല്യാണം കഴിക്കാനുള്ള പെർമിഷൻ വേണമെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോയി. അപ്പോൾ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു, തടഞ്ഞു. അത് പ്രകൃതി വിരുദ്ധമാണ്, അത് അനുവദിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് കൊടുക്കണ്ടേ കയ്യടി. ആ കേന്ദ്ര സർക്കാരിലിരിക്കുന്നത് ഹിന്ദുവാണ്, മോദി ഹിന്ദുവാണ്, അമിത്ഷാ ഹിന്ദുവാണ്. ആ ഹിന്ദുവിനുള്ള മൂല്യവും അടിസ്ഥാനവും പോലും ചെറ്റകളെ ക്രിസ്ത്യാനി നിനക്കുണ്ടോടാ? നിനക്കുണ്ടോ? ദൈവവചനം കയ്യിൽ വെച്ചിരിക്കുന്നത് നിനക്കുണ്ടോ? അത് അവരതിനെ എതിർത്തു. അവര് പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു, ഇന്ത്യക്ക് അത് അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ കൾച്ചറിനെ പിടിച്ചു നിർത്താൻ അവർ ശ്രമിക്കുക. നീയൊക്കെ അഴിഞ്ഞാടാൻ ലൈസൻസ് കൊടുക്കുക. അപ്പോൾ ഞാൻ ആർക്കാ സപ്പോർട്ട് നിൽക്കേണ്ടത്? ദൈവവചനത്തെ അവർ അറിഞ്ഞില്ല എന്നൊരു അറിവേ, അവർക്ക് ആ ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവില്ലെന്നേ ഉള്ളൂ. പക്ഷെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പല അടിസ്ഥാന തത്വങ്ങളെയും അവർ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആർക്കാ സപ്പോർട്ട് നിൽക്കേണ്ടേ? ഞാൻ ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത്? ദൈവവചനത്തെ അറിഞ്ഞ നീയെല്ലാം തെമ്മാടികളായി ജീവിക്കുമ്പോൾ നിനക്കൊപ്പം ദൈവവചനം അറിഞ്ഞു എന്നുള്ള പേരിലും ക്രിസ്ത്യാനി എന്നുള്ള ലേബലുള്ളതിൻ്റെ പേരിലും നിന്നെയൊക്കെ സോപ്പിട്ട് ഞാൻ നിൽക്കണം? അതോ ദൈവവചനം അറിയാതിരുന്നിട്ട് പോലും അവർ ദൈവവചനത്തിന്റെ അടിസ്ഥാന മൂല്യം എന്ന് പറയുന്ന പ്രകൃതിപരമായി അവർക്ക് ലഭിച്ച അറിവിൽ നിന്നുകൊണ്ട് പോലും അവർ അതിനനുസരിച്ച് മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്, മനുഷ്യനായി ജീവിക്കുവാനും ജനത്തെ പ്രേരിപ്പിക്കുന്നുമുണ്ട്. നിന്റെയൊക്കെ മതഗ്രന്ഥങ്ങൾ വെച്ചിട്ടാണ് നീയൊക്കെ എന്ത് ചെയ്യുന്നത്? അതിനകത്ത് എഴുതിയിരിക്കുന്നതിന് വിരുദ്ധമായി ജീവിക്കുന്നത്. എല്ലാ ക്രിസ്തീയ രാജ്യങ്ങളിലും എന്ത് ചെയ്തു? അനുവാദം കൊടുത്തു. ആണാണിനോട് പോയി അവലക്ഷണമായി പെരുമാറാം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞില്ലേ, ഇനിയുള്ള കാലങ്ങളിൽ വരാൻ പോകുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പബ്ലിക്കിൽ കിടന്നിട്ട് എന്ത് ചെയ്യും? ഈ ഗ്രീക്ക് സംസ്കാരവും റോമൻ സംസ്കാരത്തിനും പ്രകാരമനുസരിച്ച് പബ്ലിക്കിൽ വേഴ്ചകൾ നടത്തുവാനായിട്ട് ഇവർക്ക് അവസരം കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട്, ഇനി അത് നടക്കാൻ പോകുന്നു പറഞ്ഞിട്ട് അത് നടക്കാൻ പോവുകയാണ്. ജപ്പാനിൽ വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കുന്നൊരു ഉത്സവാചാരമാണ്. പുരുഷന്മാരെല്ലാം നഗ്നരായി കിടന്നുകൊണ്ട് അവർ ആടിയും പാടിയും തിമിർക്കുന്ന ഒരു ഉത്സവം ജപ്പാനിൽ വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. ഇപ്പം 40 സ്ത്രീകളെ പങ്കെടുപ്പിക്കുവാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നഗ്നരായി കിടക്കുന്ന പുരുഷന്മാരുടെ കൂടെ വീഴ്ച നടത്താൻ പോകുന്ന ആരാണ്? 40 സ്ത്രീകളാണ്. അത് ഇപ്പം ലോകം മുഴുവനും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആണും സ്ത്രീ പുരുഷ സമത്വത്തിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇങ്ങനെ പുരുഷനും സ്ത്രീയും ഒരുമിച്ച് വസ്ത്രമില്ലാതെ നഗ്നരായി അവർക്ക് ഒരുമിച്ച് എല്ലാ ഫെസ്റ്റിവലുകളിലും പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്. അത് സ്ത്രീ പുരുഷ സമത്വത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഇന്ന് 40 സ്ത്രീകളാണെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് അനേകം സ്ത്രീകളെ, എത്ര പുരുഷന്മാരുണ്ടോ അത്രയും പുരുഷന്മാർക്ക് ഒത്ത സ്ത്രീകൾ ഇനി വരാൻ സാധ്യത കൂടുതലാണെന്ന്. അത് നടക്കും. ഇനി എല്ലാ രാജ്യങ്ങളിലും ഇത് തന്നെ സംഭവിക്കാൻ പോകുകയാ. ഇനി ആണും പെണ്ണും ആണും വസ്ത്രമില്ലാതെ ഉരിഞ്ഞിട്ട് നടന്ന് അതിനകത്ത് വേഴ്ച നടത്തി സെക്സ് എന്ന് പറയുന്നത് പബ്ലിക്കിൽ കിടന്ന് ഇമാതിരി അർമാദിക്കുന്നതും പബ്ലിക്കിൽ കിടന്ന് ഈ ഒരുത്തൻ്റെ കൂടെ ഇരുന്നിട്ട് അപ്പത്തെ ഒരുത്തൻ്റെ കൂടെ പോകുന്നത്, അപ്പുറത്തിൻ്റെ ഒരുത്തൻ്റെ കൂടെ പോകുന്നത്, ഇങ്ങനെ ഒരേ സമയത്ത് തന്നെ 3-4 പേരുമായിട്ടൊക്കെ പങ്കിടുന്നതിനെയൊക്കെയാണ് ഇനി എന്ന് പറയുന്നത് സെക്സ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അതിലാണ് ഇവർ ഇനി ആനന്ദം കണ്ടെത്താൻ പോകുന്നത്. ഏതെല്ലാം തരത്തിൽ കണ്ടെത്താൻ പറ്റുമോ അതെല്ലാം ചെയ്തു നോക്കുന്നു. ഇതൊക്കെ ലോകത്ത് നടക്കുകയാ പ്രിയ സഹോദരങ്ങൾ. ഇതിനൊക്കെ വഴം വെച്ച് കൊടുത്തതാരാ? ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വർഗമാ ഇതിനെല്ലാം അവസരം കൊടുത്തത്. ഇതിനെല്ലാം കണ്ണടച്ച് ഈ പോപ്പെന്ന് പറയുന്ന ചാത്താനാണ് ഇതിന് അനുവാദം കൊടുത്തത്. ആണിനെ കെട്ടാനും പെണ്ണിനെ കെട്ടാനും ഒക്കെ. അപ്പോൾ ഇമാതിരി ചെറ്റത്തരം ചെയ്യുമ്പോൾ അതിനെയും ന്യായീകരിച്ചുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ അവന്റെ പള്ളിക്കകത്തും പട്ടക്കാരെയും പിടിച്ചു താങ്ങിക്കൊണ്ട് കിടക്കുക. തെറ്റിൽ നിന്നും പുറത്തു വരാൻ മനസ്സില്ലാത്തവൻ, അനീതിയിൽ രസിക്കുന്നവൻ, ഇവനെല്ലാം ശിക്ഷാവിധി വരാൻ പോകുന്നത് ചില്ലറയാണോ പ്രിയ സഹോദരങ്ങളെ? ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇവനൊക്കെ വരാൻ പോകുന്ന ശിക്ഷാവിധി ചെറുതാണോ എന്ന് പറഞ്ഞിട്ട് എത്രത്തോളം അപകടം ലോകത്തിലേക്ക് വരാൻ പോവുകയാണ്.
നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ, എന്തുകൊണ്ട് റീന BJP സർക്കാരിന് സപ്പോർട്ട് ചെയ്യുന്നു? എൻ്റെ ശത്രു തീവ്രവാദമാണ്. BJPയും തീവ്രവാദത്തിനെതിരെ നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ രണ്ടുപേർക്കും തുല്യ ശത്രു ഒരാളാണെങ്കിൽ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് BJP സർക്കാരിനൊപ്പം നിൽക്കുന്നത് ഞാൻ. കാരണം അവരെ കൊണ്ട് തീവ്രവാദത്തെ ഒഴിപ്പിക്കാൻ അവരെ കൊണ്ട് പറ്റുമെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കേണ്ടത് ഉത്തരവാദിത്വം എനിക്കുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. കാരണം നിങ്ങളുടെ പൊതുശത്രു തീവ്രവാദമാണ്. അതിനെ നിങ്ങൾ നശിപ്പിക്കണം. പിന്നെ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനോടും BJPയോടും ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇന്ത്യൻ സംസ്കാരത്തെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നൊരു സംസ്കാരമുണ്ട്. ഒരു കുടുംബ ബന്ധ ദാമ്പത്യ ജീവിത സംസ്കാരം ഇന്ത്യക്കുള്ളതാണ്. അത് വേറൊരു രാജ്യങ്ങൾക്കുമില്ല. വസ്ത്രം അഴിച്ചു മാറ്റുന്നത് പോലെയാണ് മനുഷ്യർ ജീവിക്കുന്നത്. പക്ഷെ ഇന്ത്യൻ സംസ്കാരം അങ്ങനെയല്ല. ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഒരു കെട്ടുറപ്പുള്ളതാണ്. അതിനെ അതുപോലെ നിലനിർത്തി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതേ സാഹചര്യത്തിൽ കോൺഗ്രസ് ആയിരുന്നുണ്ടെങ്കിലുണ്ടല്ലോ എപ്പോഴേ അഴിഞ്ഞാടാൻ അവസരം കൊടുത്തേനെന്ന് അറിയാമോ? ആണിൻ്റെ കൂടെയും പെണ്ണിൻ്റെ കൂടെയും വേഴ്ച നടത്തുവാനും വിവാഹം നടത്തുവാനുമുള്ള പെർമിഷൻ വേണമെന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ പാർട്ടി ഭരണച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ കേസ് പോകുന്നെങ്കിൽ കോൺഗ്രസിന് എന്ത് ചെയ്ത്, കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തേനെ? കോൺഗ്രസ് ആയിരുന്നെങ്കിൽ അപ്പം തന്നെ എന്ത് ചെയ്തേനെ? അനുമതി കൊടുത്തേനെ. അത് നാച്ചുറൽ ആണ്. അത് ലോകത്ത് നടക്കുന്നതാണ്. കുഴപ്പമില്ല. എല്ലാവർക്കും ഒരു സമത്വമുണ്ട്. എല്ലാവർക്കും അവരുടേതായ പറയുന്ന അവകാശം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ അനുവാദം കൊടുത്തേനെ. അപ്പോൾ മനുഷ്യനെ തെറ്റായ വഴിയിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരുന്നത് ആരായെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ഭരണമായിരുന്നു. ആ ഭരണമായിരുന്നു സത്യത്തിൽ ഇസ്ലാം തീവ്രവാദികൾക്കും ഈ ക്രിസ്ത്യാനികൾക്കും ഇങ്ങനെ മുക്കിലും മൂലയിലും വേരൂന്നി വളരാനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തത്. അതിനി വരാൻ പാടില്ല. അതിനാണ് BJP സർക്കാർ വരണമെന്ന് ആവശ്യപ്പെടുന്നത്. BJP സർക്കാർ ഇനിയും വരണം. ഇങ്ങനെ വളരാൻ വിട്ടു കഴിഞ്ഞാൽ അത് നാടിനാപത്താണ്, മനുഷ്യർക്ക് ആപത്താണ്, ഓരോ വ്യക്തികൾക്കും ആപത്താണ്. ഇതിന്റെ നായകന്മാരും നേതാക്കന്മാരും പണം കൊയ്യുമായിരിക്കും. പക്ഷെ സാധാരണപ്പെട്ടവർക്ക് അത് അബദ്ധമായി മാറുകയില്ലേ ചെയ്യുന്നത്? അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ബുദ്ധിയും ബോധവും ഉദിച്ചവരായിട്ട് നമുക്ക് മാറണം. നമ്മൾ അതിനുവേണ്ടി ജാഗരിക്കണം. നമ്മൾ മതത്തിൽ കെട്ടി തൂങ്ങിക്കിടക്കാനുള്ളവരല്ല, സത്യവചനത്തിൽ മാത്രം ഫോളോ ചെയ്യാനുള്ളവരാ. ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഈ കത്തോലിക്കയുടെ ലേബലിൽ അറിയാനുള്ളവരല്ല, ഓർത്തഡോക്സിന്റെ ലേബലിൽ അറിയാനുള്ളവരല്ല, നിങ്ങൾ പെന്തക്കോസിന്റെ ലേബലിൽ അറിയാനുള്ളവരല്ല, നിങ്ങൾ മാർത്തോമയുടെ പേരിൽ അറിയാനുള്ളവരല്ല. പിന്നെയോ നിങ്ങൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിന്റെ പേരിൽ അറിയാനുള്ളവരാണ്. ദൈവവചനത്തിന്റെ സത്യത്തിൽ നിലനിൽക്കാനുള്ളവരാണ്. അല്ലാതെ നിങ്ങൾ ആരും തന്നെ ഓർത്തഡോക്സ് എന്നും കത്തോലിക്കയെന്നും മാർത്തോമയെന്നും യാക്കോബറ്റെന്നും പേരെടുത്ത് നടക്കാനുള്ളവരല്ല പ്രിയ സഹോദരങ്ങളെ. അതാദ്യം മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് ബുദ്ധിയും ബോധവും ഉദിച്ചവരായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ നാളുകളിൽ ജീവിക്കാൻ ശ്രമിക്കണം. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന തെറ്റും ശരിയും തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിയെ വളർത്തണം. എന്നാലേ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ.